ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഓൺലൈൻ മീഡിയയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും ആദ്യമേ നന്ദി അറിയിക്കുന്നു, സ്വാഗതവും അറിയിക്കുന്നു. നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. 50ഓളം സോഷ്യൽ മീഡിയ പാർട്ട്നേഴ്സാണ് നമുക്ക് ഈ പരിപാടിക്കുള്ളത്. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സെലിബ്രിറ്റീസിനും സ്വാഗതം ആശംസിക്കുകയാണ്. മാധ്യമം.com അവതരിപ്പിക്കുന്നു മൈ ജി മറക്കൽ ഒരിക്കലും. brought you by Ilaria the Great One Soap, powered by Willy White Toothpaste, celebrated by Swayamvara Silks, co-sponsored by St. Paul's Ayurveda. ഈ പ്രോഗ്രാമിന്റെ ഫൈനൽ ആണെന്ന് ശക്തമായിട്ടുള്ള ഈ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും വിജയി എന്ന ആകാംക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. അതെ, അവസാനമായിട്ട് ഇന്ന് 10 കഥാപാത്രങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അതിന് സാക്ഷ്യം വഹിക്കാനായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്രയെ പറ്റി ഞാനൊന്ന് പറയാം. 93 വർഷങ്ങളായിട്ടുള്ള മലയാള സിനിമയുടെ യാത്രയിൽ നിന്ന് ജീവിതഗന്ധികളായ ശക്തമായ നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ അതിൽ ഏറ്റവും മികച്ച 10 ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും ആൾക്കാരിൽ നിന്നും അഭിപ്രായങ്ങളൊക്കെ എടുത്തുകൊണ്ട് ജനകീയ വോട്ടെടുപ്പിലൂടെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ആദ്യം 60 ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ യാത്രയിൽ നമ്മളോടൊപ്പം നമ്മുടെ ഒരു മെന്ററായിട്ടുണ്ടായിരുന്നത് സിദ്ദീഖ് സാറാണ്, സംവിധായകൻ സിദ്ദീഖ് സാറാണ്. അദ്ദേഹമാണ് മറക്കില്ലൊരിക്കലും എന്ന പേര് തന്നെ നിർദ്ദേശിച്ചത്. അദ്ദേഹം നമ്മുടെ മെന്ററായിട്ടും നമ്മുടെ ഒരു അഡ്വൈസറായിട്ടും ഒക്കെ ഒപ്പം ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 60-ൽ നിന്ന് 25-ലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇന്നാണ് ആ സുദിനം. 10 ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു നിമിഷമാണ് ഇന്ന് സമാഗതമാകാൻ പോകുന്നത്. ആ 10 കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് അവ ഏതൊക്കെയാണ്, ആ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് അറിയുന്നതിന് മുൻപ് നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ഏവി അത് ഇപ്പോ നിങ്ങൾക്ക് മുൻപിൽ നമ്മൾ അനാവരണം ചെയ്യുകയാണ്. കഥാപാത്രങ്ങളുടെ പട്ടികയാണ് നമുക്ക് ലഭിച്ചത്. അതിൽ മുന്നിട്ട് നിൽക്കുന്ന 25 കഥാപാത്രങ്ങളെ നമ്മൾ തന്നെ മാസങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ 25 കഥാപാത്രങ്ങളെ അന്ന് അവതരിപ്പിച്ചത് അശ്വതി ശ്രീകാന്ത്, കാർത്തിക് ശങ്കർ, ശില്പ ബാല, സ്മൃതി പരുത്തിക്കാട് എന്നിവരിൽ ചേർന്നിട്ടായിരുന്നു. ആ 25 കഥാപാത്രങ്ങളിൽ നിന്നും കൂടുതൽ വോട്ട് നേടിയ 10 കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ 93 വർഷത്തെ ചരിത്രത്തിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത ആദ്യത്തെ 25 കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നറിയാൻ തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും കൗതുകം കാണും. അതെ, ഇപ്പൊ നമ്മുടെ LED വാളിലുള്ള ആ 25 കഥാപാത്രങ്ങളാണെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് മാത്രമൊന്നും ഒരുപാട് ക്യാരക്ടേഴ്സ്. കമലിസ്റ്റ് അയ്യപ്പനെ പോലെ, ചെമ്പക്കുഞ്ഞിനെ പോലെ, ചെലപ്പനാശാരിയെ പോലെ, കുട്ടൻ തമ്പുരാനെ പോലെ, സേതുരാമനെ പോലെ, സേതുമാധവനെ പോലെ, ബാലമാസ്റ്ററെ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇത്രയും പ്രതിഭകൾക്കിടയിൽ നിന്നും, ഇത്രയും ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾക്കിടയിൽ നിന്നും 10 പേരെ തെരഞ്ഞെടുക്കുക എന്ന്. അപ്പോ ആ 10 കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? വളരെ ബുദ്ധിമുട്ടി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതിൽ നിന്നും നമ്മൾ തെരഞ്ഞെടുത്ത 10 കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10 കഥാപാത്രങ്ങളിൽ ഏറ്റവും നമുക്ക് 10 എന്ന് തുടങ്ങാം. 10-ൽ നിന്ന് തുടങ്ങാം, അതല്ലേ നല്ലത്? 10-ൽ നിന്ന് തുടങ്ങാം. 10 കഥാപാത്രങ്ങളിൽ 10ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു കുട്ടൻ തമ്പുരാൻ. സർഗം. മധു. യെസ്, എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്ക് ഒരു സംശയം ഉണ്ടാവും. നമ്മൾ ഈ കുറച്ചു പേരുടെ പേരുകളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവർ ചേർന്നിരുന്നിട്ടല്ല ഇത് തീരുമാനിച്ചത്. ഇത് പ്യുവർലി വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ച ലിസ്റ്റാണ്. ആ ക്യാരക്ടേഴ്സിന് മേലുള്ള ചർച്ചയിലാണ് അവർ പങ്കെടുത്തത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോ ഇനി നമ്മൾ 9ാമത്തെ ക്യാരക്ടറിലേക്കാണ് പോകുന്നത്. 9ാമത്തെ ക്യാരക്ടർ മലയാള സിനിമയുടെ ഈ നമ്മൾ 2 വർഷം മുമ്പാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ 93 വർഷത്തെ മലയാള സിനിമയുടെ യാത്രയിലൂടെയുള്ള ഒരു മത്സരമായിരുന്നു. അപ്പോൾ 9ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഭാനുമതി, കന്മദം. വ്യക്തമായിട്ടുള്ളൊരു പോർട്രേലായിരുന്നു ഭാനു എന്ന് പറഞ്ഞിട്ടുള്ള കന്മദത്തില്. ഒരു അത്യപൂർവമായ കഥാപാത്ര സൃഷ്ടിയാണ് കന്മദത്തിലെ മഞ്ജു വാര്യർ. കരിവാണ് ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന, ഒറ്റയ്ക്ക് പടകൊടുത്തി രംഗത്തിന്റെ മുന്നിൽ വിളിച്ചു നിൽക്കുന്ന ചകർത്തിയാണ്.
ഏഴാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ഒരു കള്ളനാണ്. കള്ളം പവിത്രനെയും മീശമാധവനെയും ഒക്കെ മറികടന്ന് ഏഴാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ പ്രസാദ്. ഫാസിലിന്റെ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമയിലെ കള്ളനാണ്. ഒരു കള്ളനെ ഇത്ര നാച്ചുറലായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് അത്ഭുതകരമായിട്ടാണ് ഞാനൊക്കെ കണ്ടത്. സത്യത്തിൽ ഒരു പേര് പോലും ആ കഥാപാത്രം സ്വന്തമായി ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയും. ശരിക്കും ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നടൻ മാത്രമല്ല, അത് തന്നെ സൃഷ്ടിച്ച രചയിതാവ്, അതിൻ്റെ സംവിധായകൻ, അതിനകത്ത് പ്രവർത്തിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ ഒരു ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെയും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെയും ഫലമാണ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി ഏഴാം സ്ഥാനത്ത് മൂന്നാം പക്കത്തിലെ തമ്പിയാണ്. തിലകൻ സാറ് ചെയ്ത വേഷം മൂന്നാം പക്കത്തിലെ തമ്പി. അനശ്വരമാക്കിയിട്ടുള്ള മൂന്നാം പക്കത്തിലെ കഥാപാത്രം. സ്നേഹാധിക്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പല ഭാഗങ്ങളുള്ള ഒരു വൃദ്ധൻ്റെ ജീവിതം പോലെ മറന്ന് ഒരു പടവും ഒരു കഥാപാത്രം. ഈ ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ച് നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്ക് പറയാനുള്ള ഒരുപാട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഫോട്ടോഗ്രാഫർ നിശ്ചൽ എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തോളം നമ്മളെ ആകർഷിച്ച മറ്റൊരു കഥാപാത്രം ഉണ്ടാകുമെന്ന് അറിയില്ല. കേവല ഹാസ്യ കഥാപാത്രത്തിന് അപ്പുറത്തേക്ക് ആ ഒരു തലത്തിലേക്ക് രസിപ്പിക്കാൻ കഴിയുന്ന കഥാപാത്രമാണ് നീച്ചൻ. ഇനി നാലാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചെറിയ നോവ് അവശേഷിപ്പിക്കാതെ നമുക്ക് ആ കഥാപാത്രത്തെ ഓർമ്മിക്കാൻ കഴിയില്ല. അതിന്റെ സൃഷ്ടാക്കൾ ഇവിടെയുണ്ട്. തനിയാവർത്തിലെ ബാലൻ മാസ്റ്റർ. ഒരു കഥാപാത്രത്തെ പാരമ്പര്യത്തിന്റെ ഉരുക്കുമുട്ടികൾ ഇടിച്ചിടിച്ച് പാതാളത്തിലേക്ക് താഴ്ത്തുകയാണ്. മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള നിസ്സഹായാവസ്ഥ സിനിമയിലേക്ക് വന്നിട്ടുള്ള ഓരോ കഥാപാത്രം ഉണ്ടോ പോലും സംശയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കഥാപാത്ര സൃഷ്ടിയാണ് നമ്മുടെ. ഇനി മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ കടക്കുകയാണ്. മൂന്നാം സ്ഥാനത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ അവസാനം എന്ന് വെച്ചാല് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി തെരഞ്ഞെടുത്ത ആ ക്യാരക്ടർ ആരാണെന്ന് അറിയാനായിട്ട് ഏവർക്കും ആകാംക്ഷ ഉണ്ടാവും. തീർച്ചയായിട്ടും ആദ്യത്തെ 3 സ്ഥാനത്ത് എത്തുക. നമ്മുടെ 93 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർ, ആ 3 കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ മൂന്നാമത്തെ കഥാപാത്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ ആ കഥാപാത്രത്തിന്റെ ഒരൊറ്റ പേരിൽ മാത്രമായിട്ട് ആ കഥാപാത്രത്തെ നമുക്ക് ഒതുക്കാൻ കൂടി കഴിയില്ല. ഇപ്പോഴും ആരുടെയെങ്കിലും മുഖമൊന്ന് പെട്ടെന്ന് മാറിയാൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു പേരുണ്ട്. ആ പേരിന് ആ സിനിമയിൽ മറ്റൊരു പേര് കൂടിയുണ്ട്. നമുക്കൊന്നുകിൽ നാഗവല്ലി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗംഗ എന്ന് വിളിക്കാം. ഗംഗ. ചിത്രത്താഴിലെ ഗംഗ എന്നുള്ളത് വളരെ സവിശേഷതയാർന്ന ഒരു വ്യക്തിത്വമാണ് ഈ കഥാപാത്രത്തിൽ. സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളെല്ലാം
അവതരിപ്പിക്കുന്ന ഗംഗ മലയാള സിനിമയിൽ വേറിട്ട് നിൽക്കുന്ന വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ക്യാരക്ടർ അത് ഞാനൊക്കെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു 4-5 ദിവസത്തോളം ആ പ്രശ്നമുണ്ടാകാൻ, ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ആ പ്രശ്നമുണ്ടാകാൻ ഉണ്ടായ ചെറിയൊരു സാഹചര്യം ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ലാലേട്ടന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കുന്ന നമ്മുടെ സ്വന്തം സേതുമാധവൻ, കിരീടത്തിലെ സേതുമാധവൻ. എന്ന ചിത്രത്തിലെ സേതുമാധവൻ കത്തുതടയുവാൻ ആവശ്യപ്പെടുന്ന അച്ഛന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഒരു ഉന്മാദികത ഭാവവും നിസ്സഹായതയ്ക്ക് വഴിമാറി കത്തുതടയിലേക്ക് വിളിച്ചു കൊടുക്കുന്ന സേതുമാധവൻ. ആ കഥാപാത്രത്തെ നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. ഇനി 1ാം സ്ഥാനത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രേക്ഷക വോട്ടിങ്ങിലൂടെ ആദ്യമെത്തിയ കഥാപാത്രം, 93 വർഷത്തെ മലയാള സിനിമയുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ ആ കഥാപാത്രം. എനിക്ക് തോന്നുന്നു ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ട് വോട്ട് ചെയ്തതും എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിന് തന്നെയായിരിക്കും. കാരണം പലപ്പോഴും ഒരു നടൻ മറ്റൊരു കഥാപാത്രമായിട്ട് പൂർണ്ണമായിട്ടും മാറുക, അല്ലെങ്കിൽ ആ നടന്റെ യാതൊരു വിധത്തിലുള്ള അംശങ്ങളും ആ കഥാപാത്രത്തിൽ ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരു കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി പ്രേക്ഷക ലക്ഷങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന കഥാപാത്രം ഏതായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്യോ? ഏതായിരിക്കും ആ കഥാപാത്രം? ഇപ്പോഴും തീരദേശത്തുള്ള മനുഷ്യരുടെ കഥയെ കുറിച്ച് പറയുമ്പോൾ തിരയടിച്ചെത്തുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ ഏറ്റവും മനോഹരമായി പറഞ്ഞ അമരത്തിലെ അച്ചൂട്ടിയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന. പ്രേക്ഷക ലക്ഷങ്ങൾ വോട്ട് ചെയ്തതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രം അച്ചൂട്ടി തന്നെ. അമരത്തിലെ അച്ചൂട്ടി. ഈ കഥാപാത്രം മമ്മൂട്ടിയിലേക്ക് ആവാഹിച്ചിറങ്ങിയിട്ട് കിടന്ന് നിറഞ്ഞാടുകയാണ്. കടപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്ന സിനിമകൾ എടുക്കുമ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ മലയാളി പ്രേക്ഷകന്റെയും മനസ്സിന്റെ മുകളിലൂടെ ഒഴുകിപ്പോയ സിനിമയല്ല അമരം, ഒഴുകിപ്പോയ ഒരു കഥാപാത്രമല്ല അച്ചൂട്ടി. ഇപ്പോഴും കണ്ട ഓരോ പ്രേക്ഷകന്റെയും ഹൃദയത്തിന്റെ അങ്ങേ ആഴത്തിൽ നങ്കൂരമിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അച്ചൂട്ടി. അപ്പോ ആ അച്ചൂട്ടിക്ക് ഒരു വലിയ കൈയടി കൊടുക്കാം. ഈ 93 വർഷത്തെ മലയാള സിനിമയുടെ യാത്രയിൽ നിന്നും മലയാളികൾ തെരഞ്ഞെടുത്ത ഏക അല്ലെങ്കിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രം അച്ചൂട്ടി. ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിന് നമുക്ക് കുറച്ച് പ്രായമുള്ളവരിൽ നിന്ന് വോട്ടുകൾ ശേഖരിക്കാനായിട്ട് നമ്മൾ കാർഡിലൂടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെമ്പൻ കുഞ്ഞ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഭ്രാന്തൻ വേലായുധൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ആ നിലയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അധികം പേർ വോട്ട് ചെയ്തത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും തെരഞ്ഞെടുത്ത ആ 10 പേരെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ 25 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഈ റേറ്റിംഗിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായിട്ട് മുന്നിൽ നിന്നിരുന്നത് ബാലമാസ്റ്റർ ആയിരുന്നു. പക്ഷേ 25 ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് വോട്ടിംഗ് മാറി മറിഞ്ഞത്. ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ആൾക്കാർ ഇതിനകത്തേക്ക് ഇടം പിടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കാര്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടായിട്ടുള്ളത്.
യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ കഥാപാത്രവുമായിട്ട് ബന്ധമുള്ള ഒരുപാട് പേർ നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം ഈ യാത്രയിൽ മറക്കിലൊരിക്കലും എന്ന് പറയുന്ന ഈ യാത്രയിൽ തുടക്കം മുതൽക്കേ നമുക്കൊപ്പമുള്ള നമ്മുടെ സ്വന്തം മെന്റർ സിദ്ദീഖായ ഞങ്ങൾ ഏറ്റവും ആദ്യമേ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ കഥാപാത്ര ചർച്ചയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട്. സിദ്ദീഖ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. മാധ്യമം.com അവതരിപ്പിക്കുന്നു മൈജി മറക്കില്ലൊരിക്കലും. Brought to you by Ilaria the Great One Soap, powered by Willy White Toothpaste, celebrated by Swayamvara Silks, co-sponsored by St. Paul Ayurveda. യെസ്, അതോടൊപ്പം തന്നെ നമ്മളിവിടെ കണ്ട 10 കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം കഥാപാത്രങ്ങളുമായി അല്ലെങ്കിൽ ആ കഥാപാത്രത്തോടൊപ്പം ജീവിച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു ഉത്തരമില്ല. മലയാളിയുടെ മനസ്സിനെ എക്കാലത്തും ഉലച്ച ഒരു പിടി കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം സിബി സാർ. സിബി സാറിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മലയാള സിനിമയുടെ അഭിഭാഷ്യ ഘടകം, നമ്മൾ സാധാരണ ഗോഡ്സ് വോയിസ് എന്നൊക്കെ പറയാറുണ്ട്, എന്ന് പറയുന്ന പോലെ മലയാള സിനിമയുടെ ഒരു കാലത്തെ സ്ത്രീ ശബ്ദം ഭാഗ്യലക്ഷ്മി അമ്മനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒപ്പം മലയാളത്തിലെ മികച്ച സിനിമകൾ ഒരുക്കുന്ന, ചതുരത്തിലും വൃത്തത്തിലും ഒക്കെ സിനിമകൾ ഒരുക്കുന്ന നമ്മുടെ സിദ്ധാർത്ഥിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിദ്ധാർത്ഥ് ഭദ്രനോടൊപ്പം ശക്തമായ കഥാപാത്രങ്ങളുമായി മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന സംവിധായകൻ ജിയോ ബേബി. മലയാളത്തിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഉത്തരം അത് ജിയോ ബേബിയുടെ സിനിമ തന്നെയാണ്. ഒപ്പം മലയാളി ഹൃദയത്തിൽ കയറ്റിയ സംവിധായകൻ. നമ്മള് ഈ വെള്ളക്ക എന്ന് പറയുന്നത് പൊതുവെ കായ്ക്കാതെ പോകുന്ന തെങ്ങ് അല്ലെങ്കിൽ തേങ്ങയെ കുറിച്ചിട്ടാണ്. പക്ഷെ നല്ല കായ്ഫലമുള്ള ഒരു സംവിധായകനാണ് തരുൺ മൂർത്തിയെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മൾ ഉലച്ച കഥാപാത്രങ്ങളുടെ പേര് പറയുമ്പോൾ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ലോഹിതദാസ് എന്ന പ്രതിപാദനനായ എഴുത്തുകാരൻ, സംവിധായകൻ. അദ്ദേഹത്തിന്റെ മകൻ വിജയ് ശങ്കർ ലോഹിതദാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. അതോടൊപ്പം സാക്ഷാൽ പത്മരാജന്റെ മകൻ ആനന്ദ പത്മനാഭൻ, അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇത് മറക്കിലൊരിക്കലും എന്ന് പറയുന്ന ഒരു നോവൽ ഐഡിയ, ഒരു നല്ല ആശയത്തെ ഈ രീതിയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്ക് നല്ല സ്പോൺസേഴ്സ് വേണം. നമുക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മൈജി വളരെ പോസിറ്റീവായി, വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയായിരുന്നു നമുക്ക് സമ്മാനിച്ചിരുന്നത്. മൈജിയുടെ ഭാഗമായി ഈ വേദിയിലേക്ക് എത്തുന്നു മാർഷൽ. BDM-ആണ് മൈജിയുടെ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം വില്ലി വൈറ്റിന്റെ മീഡിയ മാനേജർ അഭിലാഷ്. ഒപ്പം സെന്റ് പോൾസ് ആയുർവേദയുടെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി PH. മാധ്യമത്തിന്റെ ഭാഗത്തു നിന്നും വേദിയിലേക്ക് എത്തുന്നു റെസിഡന്റ് എഡിറ്റർ MKM ജാഫർ. ഒപ്പം PR മാനേജർ ഷൗക്കത്ത്. യാത്രയിൽ നമുക്കൊപ്പം നിന്നതിന്റെ നന്ദി സൂചകമായിട്ട് ഇപ്പോൾ നമ്മളൊരു ഉപഹാരം സമർപ്പിക്കുകയാണ്. ഏറ്റവും ആദ്യം ഉപഹാരം സമർപ്പിക്കുന്നു സിബി സാർ. മൈജിയുടെ BDM മാർഷലിന് ഇപ്പോൾ പുരസ്കാരം സമ്മാനിക്കുന്നു. ഒരു മെമ്മന്റോ നമ്മുടെ ഭാഗത്തു നിന്ന് സമ്മാനിക്കുകയാണ്. ഒപ്പം സുദീഖ് സാർ അഭിലാഷിന്, വില്ലി വൈസിന്റെ മീഡിയ മാനേജർ അഭിലാഷിന് ഇപ്പോൾ മാധ്യമത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്നേഹ ഉപഹാരം സമ്മാനിക്കുന്നു. ഒപ്പം ഭാഗ്യലക്ഷ്മി മാം, സെന്റ് പോൾസ് ആയുർവേദയുടെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി PH-നുള്ള ഒരു നമ്മളുടെ സ്നേഹ സമ്മാനം കൈമാറുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്പോൺസേഴ്സിന് നന്ദി. അവരവരുടെ സീറ്റിലേക്ക് ദയവായിട്ട് മടങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്.
സിനിമയിലെ ഏറ്റവും മികച്ച 10 കഥാപാത്രങ്ങൾ. ഫോട്ടോഗ്രാഫർ ഡിജിറ്റൽ എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തോളം നമ്മളെ ആകർഷിച്ച മറ്റൊരു കഥാപാത്രം ഉണ്ടാകുമെന്നറിയില്ല. കേവല ഹാസ്യ കഥാപാത്രത്തിന് അപ്പുറത്തേക്ക് ആ ഒരു തലത്തിലേക്ക് രസിപ്പിക്കാൻ കഴിയുന്ന കഥാപാത്രമാണ് ഇനി 4ാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചെറിയ നോവ് അവശേഷിപ്പിക്കാതെ നമുക്ക് ആ കഥാപാത്രത്തെ ഓർമ്മിക്കാൻ കഴിയില്ല. അതിന്റെ സൃഷ്ടാക്കൾ ഇവിടെയുണ്ട്. തനിയാവർത്തിലെ ബാലൻ മാസ്റ്റർ. ഒരു കഥാപാത്രത്തെ പാരമ്പര്യത്തിന്റെ ഉരുക്കുമുഷ്ടികൾ ഇടിച്ചിടിച്ച് പാതാളത്തിലേക്ക് താഴ്ത്തുകയാണ്. മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള നിസ്സഹായാവസ്ഥ സിനിമയിലേക്ക് വന്നിട്ടുള്ള ഓരോ കഥാപാത്രം ഉണ്ടോ പോലും സംശയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കഥാപാത്ര സൃഷ്ടിയാണ് നമ്മൾ. ഇനി 3ാം സ്ഥാനത്തേക്ക് നമ്മൾ കടക്കുകയാണ്. മധു 3ാം സ്ഥാനത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ അവസാന എന്ന് വെച്ചാല് 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി തെരഞ്ഞെടുത്ത ആ ക്യാരക്ടർ ആരാണെന്ന് അറിയാനായിട്ട് ഏവർക്കും ആകാംക്ഷ ഉണ്ടാവും. തീർച്ചയായിട്ടും ആദ്യത്തെ 3 സ്ഥാനത്ത് എത്തുക. നമ്മുടെ 93 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർ, ആ 3 കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ 3ാമത്തെ കഥാപാത്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ ആ കഥാപാത്രത്തിന്റെ ഒരൊറ്റ പേരിൽ മാത്രമായിട്ട് ആ കഥാപാത്രത്തെ നമുക്ക് ഒതുക്കാൻ കൂടി കഴിയില്ല. ഇപ്പോഴും ആരുടെയെങ്കിലും മുഖമൊന്ന് പെട്ടെന്ന് മാറിയാൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു പേരുണ്ട്. ആ പേരിന് ആ സിനിമയിൽ മറ്റൊരു പേര് കൂടിയുണ്ട്. നമുക്കൊന്നുകിൽ നാഗവല്ലി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗംഗ എന്ന് വിളിക്കാം. ഗംഗ. ചിത്രത്താഴിലെ ഗംഗ എന്നുള്ളത് വളരെ സവിശേഷതയാർന്ന ഒരു വ്യക്തിത്വമാണ് ഈ കഥാപാത്രത്തിൽ. സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന ഗംഗ മലയാള സിനിമയിൽ വേറിട്ട് നിൽക്കുന്ന വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ക്യാരക്ടർ. അത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു 4-5 ദിവസത്തോളം ആ പ്രശ്നമുണ്ടാകാൻ, ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ആ പ്രശ്നമുണ്ടാകാൻ ഉണ്ടായ ചെറിയൊരു സാഹചര്യം ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ലാലേട്ടന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കുന്ന നമ്മുടെ സ്വന്തം സേതുമാധവൻ, കിരീടത്തിലെ സേതുമാധവൻ. ചിത്രത്തിലെ സേതുമാധവൻ കത്തുതടയുവാൻ ആവശ്യപ്പെടുന്ന അച്ഛന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഒരു ഉന്മാദികത ഭാവവും നിസ്സഹായതയ്ക്ക് വഴിമാറി കത്തുതടയിലേക്ക് വിളിച്ചു കൊടുക്കുന്ന സേതുമാധവൻ. ആ കഥാപാത്രത്തെ നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. ഇനി 1ാം സ്ഥാനത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രേക്ഷക വോട്ടിങ്ങിലൂടെ ആദ്യമെത്തിയ കഥാപാത്രം. 93 വർഷത്തെ മലയാള സിനിമയുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ ആ കഥാപാത്രം. എനിക്ക് തോന്നുന്നു ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ട് വോട്ട് ചെയ്തതും എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിന് തന്നെയായിരിക്കും. കാരണം
പലപ്പോഴും ഒരു നടൻ മറ്റൊരു കഥാപാത്രമായിട്ട് പൂർണ്ണമായിട്ടും മാറുക, അല്ലെങ്കിൽ ആ നടന്റെ യാതൊരു വിധത്തിലുള്ള അംശങ്ങളും ആ കഥാപാത്രത്തിൽ ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരു കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി പ്രേക്ഷക ലക്ഷങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന കഥാപാത്രം ഏതായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്യോ? ഏതായിരിക്കും ആ കഥാപാത്രം? ഇപ്പോഴും തീരദേശത്തുള്ള മനുഷ്യരുടെ കഥയെ കുറിച്ച് പറയുമ്പോൾ തിരയടിച്ചെത്തുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ ഏറ്റവും മനോഹരമായി പറഞ്ഞ അമരത്തിലെ അച്ചൂട്ടിയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന. പ്രേക്ഷക ലക്ഷങ്ങൾ വോട്ട് ചെയ്തതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രം അച്ചൂട്ടി. തന്നെ അമരത്തിലെ അച്ചൂട്ടി. ഈ കഥാപാത്രം മമ്മൂട്ടിയിലേക്ക് എന്നെ ആവാഹിച്ചിറങ്ങിയിട്ട് നിറഞ്ഞാടുകയാണ്. കടപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്ന സിനിമകൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ മലയാളി പ്രേക്ഷകന്റെയും മനസ്സിന്റെ മുകളിലൂടെ ഒഴുകിപ്പോയ സിനിമയല്ല അമരം, ഒഴുകിപ്പോയ ഒരു കഥാപാത്രമല്ല അച്ചൂട്ടി. ഇപ്പോഴും കണ്ട ഓരോ പ്രേക്ഷകന്റെയും ഹൃദയത്തിന്റെ അങ്ങേ ആഴത്തിൽ നങ്കൂരമിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അച്ചൂട്ടി. അപ്പോ ആ അച്ചൂട്ടിക്ക് ഒരു വലിയ കൈയടി കൊടുക്കാം. ഈ 93 വർഷത്തെ മലയാള സിനിമയുടെ യാത്രയിൽ നിന്നും മലയാളികൾ തെരഞ്ഞെടുത്ത ഏക അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രം അച്ചൂട്ടി. ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിന് നമുക്ക് കുറച്ച് പ്രായമുള്ളവരിൽ നിന്ന് വോട്ടുകൾ ശേഖരിക്കാനായിട്ട് നമ്മൾ കാർഡിലൂടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെമ്പൻ കുഞ്ഞ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഭ്രാന്തൻ വേലായുധൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ആ നിലയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അധികം പേർ വോട്ട് ചെയ്തത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും തെരഞ്ഞെടുത്ത ആ 10 പേരെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ 25 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഈ റേറ്റിംഗിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായിട്ട് മുന്നിൽ നിന്നിരുന്നത് ബാലമാസ്റ്ററായിരുന്നു. പക്ഷേ 25 ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് വോട്ടിംഗ് മാറി മറിഞ്ഞത്. ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ആൾക്കാർ ഇതിനകത്തേക്ക് ഇടം പിടിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കാര്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടായിട്ടുള്ളത്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ കഥാപാത്രവുമായിട്ട് ബന്ധമുള്ള ഒരുപാട് പേർ നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം ഈ യാത്രയിൽ മറക്കലൊരിക്കലും എന്ന് പറയുന്ന ഈ യാത്രയിൽ തുടക്കം മുതൽക്കേ നമുക്കൊപ്പമുള്ള നമ്മുടെ സ്വന്തം മെന്റർ സിദ്ദീഖായെ ഞങ്ങൾ ഏറ്റവും ആദ്യമേ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ കഥാപാത്ര ചർച്ചയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട്. സിദ്ദീഖ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. മാധ്യമം.com അവതരിപ്പിക്കുന്നു മൈജി മറക്കില്ലൊരിക്കലും. Brought to you by Ilaria the Great One Soap, powered by Willy White Toothpaste, celebrated by Swayamvara Silks, co-sponsored by St. Paul Ayurveda. യെസ്, അതോടൊപ്പം തന്നെ നമ്മളിവിടെ കണ്ട 10 കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം കഥാപാത്രങ്ങളുമായി അല്ലെങ്കിൽ ആ കഥാപാത്രത്തോടൊപ്പം ജീവിച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു ഉത്തരമില്ല. മലയാളിയുടെ മനസ്സിനെ എക്കാലത്തും ഉലച്ച ഒരു പിടി കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം സിബി സാർ. സിബി സാറിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകം, നമ്മൾ സാധാരണ ഗോഡ്സ് വോയിസ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ മലയാള സിനിമയുടെ ഒരു കാലത്തെ സ്ത്രീ ശബ്ദം ഭാഗ്യലക്ഷ്മി അമ്മനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒപ്പം മലയാളത്തിലെ മികച്ച സിനിമകൾ ഒരുക്കുന്ന, ചതുരത്തിലും വൃത്തത്തിലും ഒക്കെ സിനിമകൾ ഒരുക്കുന്ന നമ്മുടെ സിദ്ധാർത്ഥിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിദ്ധാർത്ഥനോടൊപ്പം ശക്തമായ കഥാപാത്രങ്ങളുമായി മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന സംവിധായകൻ ജിയോ ബേബി. മലയാളത്തിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഉത്തരം അത് ജിയോ ബേബിയുടെ സിനിമ തന്നെയാണ്. ഒപ്പം മലയാളി ഹൃദയത്തിൽ കയറ്റിയ സംവിധായകൻ. നമ്മള് ഈ വെള്ളക്ക എന്ന് പറയുന്നത് പൊതുവെ കായ്ക്കാതെ പോകുന്ന തെങ്ങ് അല്ലെങ്കിൽ തേങ്ങയെ കുറിച്ചിട്ടാണ്. പക്ഷെ നല്ല കായ്ഫലമുള്ള ഒരു സംവിധായകനാണ് തരുൺ മൂർത്തിയെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മൾ ഉലച്ച കഥാപാത്രങ്ങളുടെ പേര് പറയുമ്പോൾ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ലോഹിതദാസ് എന്ന പ്രതിപാദനായ എഴുത്തുകാരൻ, സംവിധായകൻ. അദ്ദേഹത്തിന്റെ മകൻ വിജയ് ശങ്കർ ലോഹിതദാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. അതോടൊപ്പം
അദ്ദേഹം സാക്ഷാൽ പത്മരാജന്റെ മകൻ ആനന്ദ പത്മനാഭൻ. അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരു ഇത് മറക്കിലൊരിക്കലും എന്ന് പറയുന്ന ഒരു നോവൽ ഐഡിയ, ഒരു നല്ല ആശയത്തെ ഈ രീതിയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്ക് നല്ല സ്പോൺസേഴ്സ് വേണം. നമുക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മൈജി വളരെ പോസിറ്റീവായി, വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയായിരുന്നു നമുക്ക് സമ്മാനിച്ചിരുന്നത്. മൈജിയുടെ ഭാഗമായി ഈ വേദിയിലേക്ക് എത്തുന്നു മാർഷൽ BDM ആണ് മൈജിയുടെ. അദ്ദേഹത്തെ ഈ വേദിയിൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച 10 കഥാപാത്രങ്ങൾ. ഒരുപിടി കഥാപാത്രങ്ങളുണ്ട് മലയാള സിനിമയിൽ. അതിൽ 10 പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇത് ഈ 10 പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ 10 പേരെന്ന് പറയുന്നത് എല്ലാവരും തന്നെ അതിനർഹരാണ്. എനിക്ക് തോന്നുന്നത് ഈ 10 സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. 10 മാത്രമല്ല, ഒരുപാട് പഴയ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം സിനിമ കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ. പിന്നീടാണ് സിനിമക്കാരനായത്. അപ്പോൾ അങ്ങനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേര് വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറക്കില്ല ഒരിക്കലും എന്ന് തന്നെ ആയിക്കോട്ടെ. എൻ്റെ ഗുരുനാഥൻ്റെ സിനിമയുടെ പേര് തന്നെ ആയിക്കോട്ടെ. സിബി വർക്ക് ചെയ്തിട്ടുള്ള പടമല്ലേ, വർക്കില്ല. അതിൻ്റെ ഒരു പകുതി ഷെഡ്യൂൾ പറഞ്ഞു. അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡ്യൂസർ മരിച്ചു പോയിട്ട് ഷെഡ്യൂളായിപ്പോയി. അതിൻ്റെ ഭാഗമായിരുന്നു ആ സമയത്താണ് മാമാട്ടിക്കുട്ടി. ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് മാമാട്ടിക്കുട്ടിയമ്മ തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ പോവുകയാണ്. ആ സമയത്ത് മാമാട്ടിക്കുട്ടിയമ്മയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ഘട്ടത്തിൽ വീണ്ടും മറക്കിലൊരിക്കലിൻ്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ വന്നു. അപ്പോഴേക്കും ഫാസിൽ അതിന് പോയി. അപ്പോൾ ഇവിടെ മാമാട്ടിക്കുട്ടിയമ്മയുടെ ഷൂട്ടിങ്ങിൻ്റെ ഉത്തരവാദിത്വം ജിജോയ്ക്കും എനിക്കും ഏൽപ്പിച്ചിട്ടാണ് ഫാസിൽ പോയത്. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതെ, അത് അന്ന് ഞാൻ ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടില്ല. പക്ഷെ ഭാഗ്യത്തിൻ്റെ ആദ്യ സിനിമയും മറക്കിലൊരിക്കലാണെന്ന്. പാച്ചിക്കായ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മറക്കിലൊരിക്കലും സിനിമയുടെ ഡബിങ് ഉദയ സ്റ്റുഡിയോയിലായിരുന്നു അതിൻ്റെ ഡബിങ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്ത് മാമാട്ടിക്കുട്ടിയമ്മയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇതിൽ ഞാൻ അംബികയ്ക്കാണ് ആ ഫിലിമിൽ ഞാൻ വോയിസ് കൊടുത്തത്. ആദ്യമായിട്ടല്ലേ? ഫാസിൽ സാറിന്റെ ആദ്യമായിട്ട്. അതിനുമ്പ് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര വയസ്സിൽ തുടങ്ങി? അല്ലല്ല, എന്റെ പ്രായം എനിക്ക് ഒന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. എനിക്കിപ്പോ 61 വയസ്സായി കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രായം പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വെറുതെ ഇരുന്ന് ഇങ്ങനെ നോക്കിയപ്പോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ വന്നിട്ട് 50 വർഷമായി. മലയാള സിനിമയിൽ ഈ ശബ്ദത്തിന് 50 വയസ്സ്. 1973 മനസ്സ് എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പൊ അതിൽ ഞാനൊരു ചെറിയൊരു സോങ്ങില് എന്തോ ഇങ്ങനെ KP ഉമ്മുക്ക പറഞ്ഞിട്ടാണ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ആ പടത്തിനെ കുറിച്ച് ഞാൻ വെറുതെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചവരുടെ ലിസ്റ്റില് പ്രേം നസീർ, ജയഭാരതി, ഭാഗ്യലക്ഷ്മി ഞാൻ ഞെട്ടിപ്പോയി. ഞാനതില് ഇട്ട് നോക്കിയ പോലെ എന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ അയ്യോ എന്റെ പേര് ഗൂഗിളിൽ എന്റെ. അപ്പൊ അപ്പോഴാണ് ഞാൻ അത് ശരി ഞാൻ വന്നിട്ട് അപ്പൊ എന്റെ വയസ്സ് മനസ്സിലായില്ല. ശ്രദ്ധിക്ക് എന്നോട് പറയുന്നുണ്ട്, ഒരുപാട് പറയരുത് കേട്ടോ, മറക്കിൽ ഒരിക്കലും കാര്യമൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ വയസ്സൊക്കെ പിടിച്ച് പറഞ്ഞു. എന്നോട് പറഞ്ഞു എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ ഇപ്പൊ ചോദിച്ചു. അപ്പൊ എന്നോട് എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് പറഞ്ഞാൽ ഒരു ഇംപ്രഷൻ കിട്ടാൻ അത് വിശ്വസിക്കണ്ട. 55 വയസ്സ്. 52. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 61 വയസ്സായി. എനിക്ക് ആ മറക്കില്ല ഒരിക്കലും സിനിമ എനിക്ക് അങ്ങനെ ഒരു. അപ്പൊ ആ പേര് തന്നെ 3 പേരുടെ കഥകൾ സാറിന്റെ, ചേച്ചിയുടെ. വെരി ഗുഡ്. സിദ്ദിഖ് സാർ, ഇനിയിപ്പോ നമ്മുടെ കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഈ 10 കഥാപാത്രങ്ങളിൽ സിദ്ദിഖിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ തിരഞ്ഞെടുക്കുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയാം. സ്റ്റിൽ എന്താണ്? അല്ല, ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ വ്യക്തിത്വങ്ങളും ഒരുപാട് തലങ്ങളുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ അച്ചുട്ടിയാണെങ്കിലും സേതുമാധവനാണെങ്കിലും ഗംഗയാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഷെയ്ഡ്സും ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ അത് മലയാള സിനിമയുടെ എന്താ പറയുക സുവർണകാലമായിരുന്നു ആ കാലം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ ഒരുപാട് പ്രതിഭകളുണ്ടായിരുന്നു. പത്മരാജൻ സാറ്, ലോഹി എന്നൊക്കെ പറയുന്ന പോലുള്ള മഹാപ്രതിഭകളുടെ സൃഷ്ടികളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ അവരുടെ ഒക്കെ പടത്തിൽ അഭിനയിച്ചിട്ടാണ് ഈ പറയുന്ന 10 കഥാപാത്രങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ തൊണ്ണി മുതലാണ് ഏറ്റവും പുതിയ ജനറേഷൻ എന്ന് പറയാവുന്നത്. അങ്ങനെ ന്യൂ ജനറേഷനിലും നല്ല എഴുത്തുകാരുണ്ട് എന്നുള്ളത് നമ്മൾ മറ്റൊരു ചരിത്രമാണ്. ഇതിപ്പോൾ തുടങ്ങിയ കുട്ടികളാണ്. അപ്പോൾ അവരിൽ നിന്നും ഇത്തരം നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇനി ഒരു 100 വർഷം കഴിയുമ്പോൾ നമ്മളൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ പിന്തള്ളപ്പെടാം. പുതിയ തലമുറ കൊണ്ടുവരുന്ന ഒരുപാട് കഥാപാത്രങ്ങളാകാം പ്രിയപ്പെട്ടത്. അപ്പോൾ അത് എല്ലാ കാലത്തെയും അല്ല, പക്ഷെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാതെ മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് ഇവർ 10 പേര്. യെസ്, സിബി സാർ, എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റ് കാണുമ്പോൾ ഏറ്റവും അധികം ഈ കൂട്ടത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരാള് സിബി സാർ തന്നെയായിരിക്കും. കാരണം ഈ ലിസ്റ്റിൽ സാർ പ്രവർത്തിച്ചിരിക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ 4 സിനിമകളോളം ഉണ്ട്. 3 പടങ്ങൾ, 3 സിനിമ. അപ്പോ ഈ 3 സിനിമകളുടെയും സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം അഭിമാനത്തോടു കൂടിയിട്ടാണ് ഈ ലിസ്റ്റ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണുന്നത്? തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. പക്ഷേ അഭിമാനത്തിൻ്റെ കാരണം എന്നേക്കാൾ അധികമായിട്ട് ലോഹിയുടെ 4 കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. കാരണം ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്, ആദ്യം മനസ്സിൽ കാണുന്നത്, രൂപപ്പെടുത്തുന്നത് എഴുത്തുകാരനാണ്. അങ്ങനെ ലോഹിയുടെ ഭാവനയിൽ കണ്ട എഴുതിയ 4 കഥാപാത്രങ്ങൾ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ്. അതിലൊരു സിനിമ ലോഹി ഡയറക്റ്റ് ചെയ്തത് ആണ് എന്നും കൂടിയുണ്ട്. 1-ാം സ്ഥാനം കിട്ടിയത് ലോഹിയുടെ കഥാപാത്രമാണ്, 2-ാം സ്ഥാനം കിട്ടിയത് ലോഹിയുടെ കഥാപാത്രമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷിക്കേണ്ടത്, അഭിമാനിക്കേണ്ടത് ലോഹിയാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ലോഹിയുടെ മകനുള്ളത് ഏറ്റവും വലിയ സന്തോഷം. ഈ കഥാപാത്രങ്ങളിൽ ഇപ്പോൾ വിദ്യാസാഗർ ഇപ്പോൾ പറഞ്ഞേക്കാറുണ്ട്, ഒരുപാട് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും പിന്നെയും പിന്നെയും എന്ന് പറയുന്ന പാട്ടാണ് എന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ
എൻ്റെ കൂടെ ഇങ്ങനെ പിന്തുടർന്ന് നമ്മൾ ഈ ചോദ്യം മക്കളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്നത്. എങ്കിലും ഞാൻ എൻ്റെ ഒരു ഫിലിം മേക്കർ, ഒരു ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും നല്ല സിനിമയെന്ന് ഞാൻ പലയിടത്തും പറയാറുള്ളതാണ്. അങ്ങനെയാണ് ഞാനും അതിനെ ഉൾക്കൊള്ളുന്നത്. അത് സതയമാണ്. സിനിമ എന്ന നിലയിൽ സതയത്തിലെ സത്യനാഥൻ ഈ ലിസ്റ്റിലേക്ക് വന്നു എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സേതുമാധവനും ബാലൻ മാഷും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. ഈ ലിസ്റ്റിൽ പെടാത്ത രാജീവ് മേനോനും പോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. എനിക്കൊരു പേഴ്സണൽ ചോദ്യം, അത് ചോദിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടു, അതിനുശേഷം ലോഹി സാറ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും എലമെൻറ്റ് മിസ്സിങ് ആണെന്ന് ഒരു ഫീലിംഗ് സാറിന് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും? ഇല്ല, ലോഹി സംവിധായകനാകാൻ തീരുമാനിച്ചൊരു അങ്ങനെ ഒരു ചിന്ത. കാരണം ഏറ്റവും കൂടുതൽ സിനിമകൾ അതിനു മുമ്പ് സംവിധാനം ചെയ്തിരിക്കുന്ന സാറായതുകൊണ്ടാണ്. അതെ, ലോഹിയും ഞാനുമായിട്ട് സിനിമകൾ ചെയ്യുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു വ്യക്തിപരമായ വലിയ ബന്ധമുണ്ട്. ആദ്യമായിട്ട് ഒരുമിച്ച് ഒരേ മുറികളിൽ താമസിച്ച് ഒരേപോലെ ഒരുമിച്ച് യാത്ര ചെയ്ത് അങ്ങനെയുള്ളൊരു വലിയ ദീർഘയാത്രയുണ്ടായിരുന്നു തമ്മിൽ. ലോഹി എഴുത്തുകാരൻ എന്ന നിലയിൽ ലോഹി മലയാളത്തിലുണ്ടായിട്ട് നമ്മൾ ഈ ലിസ്റ്റ് കാണാത്തറിയാൻ മലയാളം ഈ ലിസ്റ്റിൽ പെടാത്ത എത്രയോ കഥാപാത്രങ്ങൾ 25ാം ലിസ്റ്റിലുണ്ടാവും. അപ്പം അത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ. ഭരതേട്ടനെ പോലെ എനിക്കത് ഭരതേട്ടൻ ലോഹിയായിട്ടുള്ള കോമ്പിനേഷനാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് എപ്പോഴും ചിന്തിക്കാറ്. കാരണം ഭരതേട്ടൻ്റെ ഒരു സ്കില്ലിനെ ആ ഒരു കഥാപാത്രത്തെ വെച്ചിട്ട് അച്ചൂട്ടിയൊക്കെ ഭരതേട്ടൻ മോൾഡ് ചെയ്തെടുത്തേക്കുന്നത് ഗംഭീരമായിട്ടാണ്. അതിൻ്റെ ഒരു കടപ്പുറത്തിൻ്റെയൊക്കെ ഭംഗി കഥാപാത്രം ഇപ്പം ലളിത ചേച്ചി ആയാൽ പോലും മുരളി ആയാൽ പോലും ആ കഥാപാത്രങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ലോഹി മറ്റ് സംവിധായകരുമായിട്ട് ചെയ്ത ഒരു വർക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭരതേട്ടനായിട്ടുള്ള ലോഹിയുടെ കോമ്പിനേഷനാണ്. വെങ്കലം ഒക്കെ ലോഹി സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ച ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ലോഹി എന്നെ വിളിച്ചത് ഞാനൊരു പാഠം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം അതിൻ്റെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് മദ്രാസിലെ AVM സ്റ്റുഡിയോയിലെ എഡിറ്റിംഗ് റൂമുണ്ട്. ഞങ്ങളൊക്കെ എൻ്റെ സിനിമ എഡിറ്റ് ചെയ്യുന്നത് AVMലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുറത്തെ വരാന്തയിലെ ബെഞ്ചിലിരുന്നിട്ട് ലോഹി പറഞ്ഞു ഞാൻ ആ കഥയൊന്ന് പറയട്ടെ ഉപയോഗിച്ചു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഭൂതകണ്ണയുടെ കഥ പറയുന്നത്. അപ്പം ഞാൻ ലോഹിയുടെ അടുത്ത് പറഞ്ഞു ഇത് ലോഹി തന്നെ ചെയ്യേണ്ട സിനിമയാണ്, ഇത് വേറെ ആരെയും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഈ കഥയാണ്. അത്രമാത്രം ആ കഥാപാത്രത്തെ കഥയെ ആഴത്തിൽ ലോഹി ഉൾക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എന്നോട് പറഞ്ഞു വരുമ്പോൾ സാധാരണ ഞാനും ലോഹിയായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ലോഹി അതിൻ്റെ ഒരു പരിസരങ്ങളൊക്കെയാണ് ആദ്യം പറഞ്ഞു വരുന്നത്. പക്ഷേ ഇത് അതിൻ്റെ വളരെ ആഴത്തിലേക്ക് പോയിട്ടാണ് എന്നോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ സിനിമ ലോഹി തന്നെ ചെയ്യണം. അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം പറഞ്ഞു, പക്ഷേ എപ്പോഴും എല്ലാ സിനിമകളും ചെയ്യുക എന്ന് പറയുന്നത് ഇതിലേക്ക് പോകരുത്. കാരണം ലോഹി മാത്രം ചെയ്യേണ്ടത് എന്ന് പ്രേക്ഷകർക്കും ലോഹിക്കും തോന്നുന്ന സിനിമകൾ മാത്രമേ ലോഹി സംവിധാനം ചെയ്യാവൂ. കാരണം ലോഹിയുടെ വൈഭവം നിൽക്കുന്നത് എഴുത്തുകാരൻ എന്ന നിലയിൽ തന്നെയാണ്. കാരണം ലോഹിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു വലിയൊരു ക്രൗഡിനെ മാനേജ് ചെയ്യാനൊക്കെ പറയുന്ന അത്തരത്തിലുള്ളൊരു എന്താണ് അത് മറ്റൊരു തരം സ്കില്ലാണ്. ആ സ്കില്ലല്ല, അതിനൊരു വലിയ ക്രൗഡിനെ കമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലുള്ള ആളല്ല ലോഹി. എപ്പോഴും മുറിക്കുള്ളിൽ അടച്ചിരുന്ന് എഴുതുന്ന ആ ടെൻഷനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സൃഷ്ടാവ് എഴുത്തിലാണ് ഏറ്റവും കൂടുതൽ ലോഹി അഭിരമിക്കുമ്പോൾ ലോഹിയുടെ ലോഹി ഉള്ളിൽ നിന്നും ഒരുമാതിരി നമ്മൾ പറയാം ഈ യേശു ക്രിസ്തുവൊക്കെ രക്തം ചിന്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പറയുന്ന പോലെ തലയിൽ കെട്ടിവെച്ചിട്ട് തലവേദന വന്നിട്ട് തലയിൽ മുഴയൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ടൈറ്റായിട്ട് കച്ചി കൊണ്ട് കെട്ടിവെച്ചിട്ട് ഒക്കെയാണ് എഴുതുന്നത്. അതോടൊപ്പം കയ്യിൽ മുഴ വരും എഴുതിക്കൊണ്ടു. അങ്ങനെയൊക്കെയുള്ള അത്രമാത്രം ഒരു പീഡാനുഭവത്തിൻ്റെ ഒരു അനുഭവമാണ് ലോഹി എഴുതുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷെ ഡയറക്ഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ഫിസിക്കലായിട്ടൊക്കെ ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അതിന് ലോഹിക്ക് പലപ്പോഴും കഴിയുമോ എന്ന് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരിടത്ത് പറഞ്ഞത്. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞത് ശ്രീനിവാസൻ സിനിമ ചെയ്തത് വടക്ക് നോക്കി യന്ത്രം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീനിവാസൻ സിനിമ സംവിധാനം ചെയ്തതേയില്ല. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ശ്രീനിവാസൻ ശ്യാമള ചെയ്തത്. അത് ശ്രീനിവാസൻ ചെയ്യണമെന്ന് നമുക്ക് എനിക്കും പ്രേക്ഷകർക്കും തോന്നേണ്ട ഒരു സിനിമയാണ് ചെയ്യുന്നത്.
പക്ഷേ ലോഹിക്ക് പക്ഷേ പിന്നീട് തുടർച്ചയായിട്ട് അവസരങ്ങൾ അല്ലെങ്കിൽ ഓഫറുകൾ ആൾക്കാർ ലോഹിയിലേക്ക് വല്ലാത്ത പ്രഷർ വന്ന് അല്ലെങ്കിൽ ലോഹി സിനിമകൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പം തീർച്ചയായിട്ടും എങ്കിലും ലോഹിയുടെ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഞാൻ കാണുന്നത് ഭൂതകണ്ണാടി തന്നെയാണ് ആസ് എ ഡയറക്ടർ. യെസ്, ഭൂതകണ്ണാടി എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ നൻപകൽ നേരത്ത് മയക്കം പോലെയുള്ള സിനിമകൾ വരുന്ന സമയത്ത് ലിജോ പറഞ്ഞത് എനിക്ക് മമ്മൂക്കാടെ കൂടെ ഭൂതകണ്ണാടി പോലൊരു സിനിമ വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഈ സിനിമയുമായിട്ട് വന്നതെന്നാണ്. എത്രമാത്രം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോ വിജയ് ശങ്കർ ഇവിടെ ഇരിക്കുന്നത്, എന്താണ് പറയാനുള്ളത്? ഈ ലിസ്റ്റില് അച്ഛനിൽ 4 പടങ്ങൾ വരുന്നു, അല്ലെങ്കിൽ 25 വരെ ക്യാരക്ടേഴ്സ് ലിസ്റ്റില് ഇതിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് വരുന്നു എന്ന് പറയുമ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങളുടെ വലുപ്പം എത്രമാത്രമായിരുന്നു ഇപ്പോഴാണ് കൂടുതൽ വീട്ടിലായിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം അത് ഇന്നും ആക്സെപ്റ്റഡ് ആണ്. കാരണം അച്ഛൻ മരിച്ച് 14 വർഷം ആകുന്നു. ഇന്നും ആ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ അച്ഛൻ്റെ കഥാപാത്രങ്ങൾ നിൽക്കുന്നത് അവർക്ക് വളരെയധികം അഭിമാനമുള്ളൊരു കാര്യമാണ്. മലയാളത്തിലെ ഏറ്റവും ജീവിതഗന്ധിയായിട്ടുള്ള കഥാപാത്രങ്ങളുടെ തൂലികയ്ക്ക് പുറകിലുണ്ടായിരുന്ന ആളാണ്. ഇതിന്റെ ഈ കഥാപാത്രങ്ങളുടെ ഒരു ആഴവും വലിപ്പമൊക്കെ നമ്മൾ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു കൗതുകത്തോടുകൂടിയാണ് നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. അച്ഛന്റെ പല ക്യാരക്ടേഴ്സിനും ആ ഒരു ഡെപ്ത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. ഇപ്പോ വളരെ റീസെന്റ് ആയിട്ട് ഭൂതകണ്ണാടി കണ്ടപ്പോഴാണ് അതിലൊരു സീനിൽ ആ ഒരു സിനിമയുടെ ഫുൾ എസെൻസ് പറയുന്നത്. അതായത് ഒരു പച്ചിലപ്പാമ്പിനെ കണ്ട് കയ്യിൽ പൊത്താൻ കൊടുത്ത് പറയുന്ന അവിടെ വിദ്യാർത്ഥികളുടെ കടയുടെ മുന്നിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ അവിടെ ഇരുന്ന് പറയുന്നത് ഇയാൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ഇവരൊരു പാമ്പിനെ കല്ലെടുത്ത് എറിഞ്ഞത്. അപ്പൊ അവന്റെ സുഹൃത്ത് പറയുന്നുണ്ട് ഒരു പക്ഷെ ഞാൻ അറിഞ്ഞതായിരുന്നു, അല്ല ഇപ്പൊ ഞങ്ങൾ അറിഞ്ഞതല്ലേ. അപ്പൊ വിദ്യാധരൻ പറയുന്നുണ്ട് ഒരു പക്ഷെ ഞാൻ അറിഞ്ഞതാണോ കൊണ്ടതെങ്കിൽ. അപ്പൊ ഇയാൾക്ക് വളരെ ചെറിയൊരു പ്രായത്തിൽ ഇയാളുടെ ഉള്ളിലൊരു ഭയം കയറി കൂടിയിരിക്കുന്നതാണ്. അത് അന്നൊരു ആരൊരു കൂടുതൽ ആരോ പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ അന്നേ ഒരു ഭയം ഇയാളുടെ ഉള്ളില് വന്ന് കൂടിയേക്കുന്നതാണ്. അപ്പൊ ആക്ച്വലി പറഞ്ഞ ആ ഒരു സിനിമ നമ്മൾ മൊത്തം നോക്കുമ്പോൾ അത് ഇയാളുടെ ഭയം തന്നെ മാനിഫെസ്റ്റ് ചെയ്തേക്കും. അതിൽ ഇയാൾ പറയുന്നുണ്ട് എന്നെ എണവിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഫിലിം മൊത്തം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഒരു മകളുടെ ആ ഒരു ക്യാരക്ടർ റേപ്പ് ചെയ്യപ്പെടുന്നതിന് മുന്നേ ഇയാളൊരു രാത്രിയിൽ സരോജിനിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ കാലിൽ തൊണ്ടവാടിന്റെ മുള്ളുകൊണ്ട് ഇയാൾ പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. മകളെ വൃദ്ധ പഠിക്കുന്ന ആ ഒരു നേരത്ത് ഇവരെന്താ പറയുക ഒരു ഇന്റിമേറ്റ് മൂവ്മെന്റിലേക്ക് പോകും. അപ്പൊ അവിടെ ഒരു ഷോർട്ട് മേക്ക് ചെയ്തേക്കുന്നതാണെങ്കിൽ പോലും അതൊരു എന്താ പറയുക ചിത്രകൂടങ്ങളിൽ ഇരിക്കുന്നുണ്ട് നാളെ. ഇതിന്റെ പുറകിൽ നിന്നൊരു ക്രെയിം ഷോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ക്രെയിം ഷോട്ട് താഴത്തേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി ഈ ചിത്രകൂടങ്ങള് ഫ്രെയിമിലേക്ക് കയറുകയാണ്. അപ്പൊ ഒരു വിഷ്വലി അത് മീൻ ചെയ്യുന്നത് നിങ്ങളിപ്പോഴും വാച്ച്ഡാണ്, നിങ്ങളിപ്പോഴും നോട്ടോട്ടിരിക്കും. അപ്പൊ അവിടെ ജീവിതത്തിൽ വീണ്ടും ഒരു വീണ്ടും അവരുടെ ലൈഫിലേക്ക് വരുന്നു. അവിടെ ജീവിതം കയ്യിൽ നിന്ന് പോകുന്നു. ഇത് കഴിഞ്ഞ് ഇയാൾ ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ നിന്ന് റിലീസിങ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞു ഇയാൾക്ക് വീണ്ടും ഒരു നോർമലായിട്ടൊരു ലൈഫ് ഉണ്ടാവുകയുണ്ട് കൂടെ. പക്ഷെ അവര് റിലീസിങ്ങിന്റെ മൊമെന്റ് ആകുമ്പോഴേക്കും വീണ്ടും ഇയാൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം സംഭവിക്കുന്നത് എന്നെ ചെയ്താൽ സമ്മതിക്കില്ല എന്നുള്ളത് ഇയാൾ മാനിഫെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ആ ഒരു ഒറ്റ സീനില് ആ ഒരു സിനിമയുടെ ഫുൾ സ്റ്റോറി പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു 30 വയസ്സായപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. യെസ്, ഇനിയിപ്പോ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന കഥാപാത്രത്തെ നോക്കുകയാണെങ്കിൽ അച്ചൂട്ടിയാണ്. ഞാൻ ഈ അടുത്ത് കണ്ടൊരു ഫോട്ടോ ഉണ്ട്. അത് നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടർ അജിത്തേട്ടൻ തപ്പി കണ്ടുപിടിച്ച ചിത്രം. എനിക്ക് തോന്നുന്നു അജിത്തേട്ടൻ ആ ഫോട്ടോ ഒന്ന് സ്ക്രീനിലേക്ക് ഇടാൻ ഭയങ്കര രസമുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രം കണ്ടതിന് ശേഷം നമുക്ക് പറയാം. അമരം എന്ന സിനിമയുടെ സെറ്റാണിത്. കടപ്പുറത്തിരുന്ന് അമ്മ മക്കൾക്ക് ചോറ് വാരി കൊടുക്കുന്ന സീനാണ്. അല്ലെങ്കിൽ അതിനകത്ത് ഭരതൻ സാറിന്റെ തൊപ്പിയാന്ന് തോന്നുന്നു സിദ്ധാർത്ഥ വെച്ചേക്കുന്നത്. വാരി തരുന്നുണ്ടോ ഡൗട്ടാണ്. കൈ എന്തായാലും പ്ലേറ്റിലാണ്. തന്നിച്ച് കഴിക്കാണെന്ന് തോന്നുന്നില്ല. യെസ്, ഓർമ്മിക്കുന്നുണ്ടോ ഈ സീനൊക്കെ ശരിക്കും? വേഗമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല. 7-8 വയസ്സങ്ങാണ്ടേ ഉള്ളൂ. അതിപ്പോ എനിക്ക് വിജയ് പറഞ്ഞതാണ് കൂടുതലും എനിക്കും പറയാനുണ്ട്. ബിക്കോസ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ വളരുന്നവരും അതിന്റെ പെർസ്പെക്റ്റീവ് മാറി വരും. സോ ഈ അച്ചൂട്ടിന്റെ ഒക്കെ ഈ പ്രായത്തിൽ ഡെഫിനറ്റ്ലി അച്ചൂട്ടിന്റെ ഡെപ്ത് മനസ്സിലാക്കാം. വലുതാവുന്ന സമയത്ത് നമ്മൾ പിന്നെയും ഈ സിനിമകൾ ഇങ്ങനെ റിവാച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ അടലുകളും നമ്മളിങ്ങനെ മാറി പരിശോധിക്കുന്ന സമയത്ത് എന്താണ് ഈ അച്ചൂട്ടിയുടെ വലിപ്പം കണ്ടിട്ടുള്ളത് സിദ്ധു? അച്ചൂട്ടിന്റെ വലിപ്പം അയാളുടെ മനസ്സ് തന്നെയാണ്. അയാളൊരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് പോർട്രേ ചെയ്തത്. ആൻഡ് അത് ലോഹി സാറിന്റെ മിക്ക ക്യാരക്ടേഴ്സും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സ് ഇവരൊക്കെ ആ സെൻസിറ്റിവിറ്റിയിലാണ് ഇവരുടെ സമതലത്തെ എത്തുന്നത്.
എപ്പോഴും അങ്ങനെ ഒരു സാധനം വരുന്നില്ല. അത് കാരണം അവർക്ക് ഉണ്ടാകുന്ന പല വിഷയങ്ങൾ അവർ ചുറ്റിനുള്ള ആൾക്കാരെ അവർ ഉപദ്രവിക്കാൻ നോക്കുന്നു. അങ്ങനെ അതായത് ക്യാൻ ബി ഫിസിക്കൽ ഓർ ലൂയിസ് സാറ് അങ്ങനത്തെ ഒരു സാധനം കാണുന്നുണ്ട്. നമുക്കും അതൊരു ഭയങ്കര നാച്ചുറൽ ഒരു ഫ്ലോ ആയിട്ട് തോന്നുന്നുണ്ട്. സൊസൈറ്റി ഈസ് പുഷിങ് ആൾക്കാരെ. ഇപ്പോൾ തനിയാവർത്തനത്തിലെ ക്യാരക്ടർ ഒരു അമ്മാവന്റെ സീൻ ഉള്ളതുകൊണ്ട് ആ ഒരു ഫാമിലിക്ക് ആ ഒരു ബേസ് ഉള്ളതുകൊണ്ട് അങ്ങനെ മരിച്ചു നീയാണ് ചോസൻ വൺ എന്നുള്ളത് ട്രസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അയാളെ അതിലേക്ക് എത്തിക്കുകയാണ്. പുള്ളിക്ക് ആഗ്രഹം പുള്ളിനെ അതിലേക്ക് എത്തിക്കുകയാണ്. അതുപോലെയാണ് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും പുള്ളി വർക്ക് ചെയ്ത്. ഇപ്പൊ കിരീടത്തിലെ ക്യാരക്ടറായാലും അച്ചൂട്ടിയൊക്കെ അച്ചൂട്ടി ഇവനെ കണ്ടിട്ടുണ്ട് പുറമേട്, എന്നിട്ട് മറ്റേ പിടിക്കുന്നതും കണ്ടു, എന്നിട്ട് തിരിച്ചു വന്നു. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം പറയണ ഇയാളാണ് ചെയ്തത്. അപ്പൊ പുള്ളിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ ഒറ്റ അടിയിൽ തീർത്തേക്കും, രണ്ടാമതൊരു അടിയിലേക്ക് എത്തിക്കരുത്. അത്രയും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് പുള്ളിക്ക് അത് അടിക്കാൻ പറ്റുന്നതെന്ന് പുള്ളി തകർന്നു പോകുന്നു. പുള്ളിയുടെ ക്യാരക്ടർ രാത്രി പുള്ളി അന്വേഷിക്കാൻ പോയി കടലില് മഴയൊക്കെ പെയ്ത്. അവിടെ ഒരു ഔട്ട്ബേസ്റ്റ് ഉണ്ട്, ആൾക്ക് വേണ്ട, സുഹൃത്തിന് വേണ്ട, പിന്നെ നിങ്ങൾക്കാണോ വേണ്ടത്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോയി. ആ ഹോൾ കൺസ്ട്രക്ഷനിൽ യു ക്യാൻ ഫീൽ ദാറ്റ് പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും കയ്യിൽ നിന്ന് പോയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഒരു കോമൺ ലൈൻ എവിടെയോ കിടക്കുന്നുണ്ട്. ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു കണ്ട എല്ലാവർക്കും ഓർമ്മിച്ചിരിക്കുന്ന ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഷോട്ട് ആയിരിക്കും. ഒരു അസ്തമയത്തിന്റെ പശ്ചാത്തലത്തില് മണ്ഡലിനെ ഇങ്ങനെ നെഞ്ചത്തോടു കൂടി ചേർത്ത് വെക്കുന്ന അച്ചൂട്ടി. കടലിനെ അത്രയും സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ കഥാപാത്രത്തെ അത്രയും ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ബിക്കോസ് ഈ ബേസിക്കലി ഈ കഥാപാത്രങ്ങളെ ആദ്യമേ ഉണ്ടാക്കുന്നത് അതിന്റെ റൈറ്ററും സംവിധായകനുമായിരിക്കും. ആദ്യമേ അവരതിനൊരു ഷേപ്പ് കൊടുത്തിട്ട് ഇതില് ലൈഫ് കൊടുക്കുന്നതാണ് ആ ആക്ടർ ചെയ്യുന്നത്. അതുവരെ അവർ ഉണ്ടാക്കി വെച്ച ഒരു മോൾഡ് മാത്രമേ. They breathe life into it, making it move, making it a more കരച്ചിൽ, ചിരി എല്ലാം അവർ ആ മുഖം കൊണ്ടുവരികയാണ് ക്യാരക്ടർ. അവരുടെ ആ മുഖം, ആ ഷേപ്പ്, അതാണ് ആക്ടർ ചെയ്യുന്നത്. ആൻഡ് ദേ ഓൾസോ എലിവേറ്റഡ്. അങ്ങനെ ചെയ്യുമ്പോൾ ക്യാരക്ടർ കയറി നിൽക്കുകയാണ്. ഇപ്പോൾ സിൻസാറിന് നമ്മുടെ സദൈവിലെ സെയിം ഗൈ ഇസ് ഹാവിങ് ഇഷ്യൂസ്. പുള്ളി ഇടയ്ക്കിടെ ആ രണ്ട് പിള്ളേരെ കൊല്ലുന്നില്ല. അതൊക്കെ ഒരു എക്സ്ട്രീം തോട്ടാണ്. പുള്ളിക്ക് ആ പിള്ളേരെ രക്ഷിക്കാനാണ് പുള്ളി അത് ചെയ്യണത്. അപ്പൊ ആ ക്യാരക്ടറിനെ ഇവര് ഡിസൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ തന്നെ ഒക്കെ അവൻ അങ്ങനെ ചെയ്തു. പക്ഷെ അവിടെ നിന്നിട്ട് ആ ധർമ്മസങ്കടം ആ ആക്ടറാണ് ആ ആക്ടറിന്റെ മുഖത്തൂടെ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ചിരിയുണ്ട്. അതെ. നമ്മുടെ അല്പം മുൻപ് സിബിസാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ലോഹിയുടെ സിനിമകൾ ഭദ്രൻ സംവിധാനം ചെയ്ത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ കൂട്ടുകെട്ടാണ് ഞാൻ കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളതെന്ന്. വലിയൊരു ക്യാൻവാസ് ആണ് എപ്പോഴും ഭദ്രൻ സിനിമകൾക്ക്. വലിയൊരു ക്യാൻവാസ് ആണ് എപ്പോഴും ഭരതൻ സിനിമകൾക്ക്. ഇത്രയും വൈഡ് ആയിട്ടുള്ള ഫ്രെയിംസ്. എനിക്ക് തോന്നുന്നു ജോൺ പോൾ തന്നെ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാവരും ഒരേ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, പക്ഷെ അത് ഭരതൻ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് ഇതിന് ഇത്രയും സൗന്ദര്യം ഉണ്ടാകുന്നതെന്ന്. ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള എഴുത്തിനെ അത്രയും ഗംഭീരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഭരതൻ സാറ് എല്ലാ ഫ്രെയിംസും വരച്ചിട്ട് ചെയ്യുമായിരുന്നത്, ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു. കുറച്ചൊക്കെ അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഭരതേട്ടൻ ഒരു ചിത്രകാരനാണ്. എപ്പോഴും ഭരതേട്ടൻ അത്തരത്തിൽ ഫ്രെയിമുകൾ വെക്കുമ്പോൾ ആ ഒരു കമ്പോസിഷൻ അത്തരത്തിൽ തന്നെയാണ്, ഒരു ചിത്രകാരൻ്റെ കാഴ്ചപ്പാടിൽ കൂടിയാണ് ഓരോ ഫ്രെയിമുകളും സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിയാണ് എനിക്ക്. ഞാൻ ഭരതേട്ടൻ്റെ ഓരോ സിനിമകളും, ലോറി പോലെയുള്ള ആദ്യകാലത്തെ സിനിമകൾ, തകരയാണെങ്കിലും എല്ലാം ഭരതേട്ടൻ നേച്ചറിനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയറക്ടറാണ്. അതിൻ്റെ ഇപ്പോൾ ഈ അമരത്തിൽ തന്നെ കടൽ ഇത്രയും മനോഹരമായിട്ട് നമ്മൾ വേറെ ഒരു സിനിമയിലും കണ്ടില്ല. കടൽ പശ്ചാത്തലമായിട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായിട്ട് ഈവൻ മോഹൻലാലും സലീം ഗോസും ചെയ്ത താഴ്വാരം എന്ന സിനിമയിൽ ഇത്രയും റസ്റ്റിക് ആയിട്ടുള്ളൊരു നമ്മൾ കണ്ടിട്ടേ ഇല്ല. അതിൻ്റെ ആ സിനിമ ആവശ്യപ്പെടുന്ന എല്ലാ റസ്റ്റിക്കും നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ചൂടും പൊടിയൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. ചാട്ട, ലോറി, ഓരോ സിനിമകൾക്കും ഭയങ്കരമായിട്ട് ഈ നേച്ചറിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയറക്ടറായിരുന്നു.
യെസ്, എനിക്ക് തോന്നുന്നു മാളൂട്ടി എന്ന സിനിമയിൽ അതിന്റെ ടൈറ്റിൽസ് കാണിക്കുന്ന സമയത്ത് അത് വരച്ചിരിക്കുന്ന പടം അല്ലെങ്കിൽ ആ പെയിന്റിങ് സിദ്ധുവിന്റെ കേട്ടിട്ടുണ്ട്. എല്ലാമല്ല, അതിൽ അത്യാവശ്യം നന്നായിരിക്കുന്ന ശ്രീകുട്ടി വെരി അമച്ചറിഷ് ആയിട്ടുള്ള യെസ്. ഇനിയിപ്പോ നമ്മളിപ്പോ പുതിയ കാലഘട്ടത്തിലുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ എത്രമാത്രം ഈ നമ്മളിപ്പോ അല്പം മുൻപ് സിദ്ദിഖ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, 90s എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. അത് നമുക്ക് ഏറ്റവും മികച്ച സിനിമകൾ കിട്ടിയ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഒരുപാട് സിനിമകളുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു. നമ്മളിത് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ഇതൊക്കെ തന്നെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്, വേറെ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളാണ് ഈ 10. എനിക്ക് തോന്നുന്നത് ഈ എല്ലാ സിനിമകളും 2 അല്ലാതെ കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടമാണ് നമ്മളെ ഫിലിം മേക്കർ ആക്കുന്നത് സത്യത്തിൽ. പ്രത്യേകിച്ച് ലോയ് സാർ എഴുതിയ സിനിമകൾ, സിദ്ധാർത്ഥൻ അച്ഛൻ ചെയ്ത സിനിമകൾ, സിബി സാർ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോയി കുറേ സാധനങ്ങൾ തപ്പിയെടുക്കുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സിബി സാറിനെ എടുത്തയച്ചിട്ടുണ്ട്. അതായത് എൻ്റെ കഥയുണ്ട്. അപ്പൊ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, സംഭവം എന്ന് പറഞ്ഞാൽ, ഈ 10 കഥാപാത്രങ്ങളുടെ ഇടയ്ക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സിദ്ദിഖ് സാറിൻ്റെ കൂടെ, അനന്തോന്റെ കൂടെ, സിദ്ധാർത്ഥന്റെ കൂടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ കാര്യം പറയാം, ഞാൻ വരേണ്ട സിനിമ തരണ പറയും നല്ല സിനിമയാണ്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കൂടാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. നമ്മൾ ഈ 10 കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളെ ഏറ്റവും അധികം സ്വാധീനിച്ചൊരു കഥാപാത്രം അല്ലേ? എനിക്ക് ഇപ്പം ഇമോഷണൽ സൈഡ് നോക്കുമ്പോൾ ഇപ്പോൾ കിരീടവും ചുട്ടിയൊക്കെ തന്നെയാണ് നിൽക്കുന്നെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിശ്ചലയാണ്. കാരണം അത് ഉണ്ടാക്കിയെടുക്കാൻ പാടാണ്, ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് ചെയ്ത് ഏർപ്പിക്കാൻ ഇന്നെനിക്ക് തോന്നുന്നില്ല എനിക്ക് അത് ആരെയും നമ്മൾ ഏൽപ്പിക്കുന്നു. അതാണ് എനിക്ക് നിശ്ചൽ ജഗതി ചേട്ടൻ, അവിടെയാണ് ഞാൻ സ്റ്റക്കായി കിടക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു ആ സാധനം എൻ്റെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വേറെ ഒന്നിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കറിയാം സേതുമാധവൻ ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വോട്ടിങ്ങിന്റെ ഒരു ഇത് കൊണ്ടാവും, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പഴയതിലോട്ട് നമ്മൾ അധികം പോയില്ല, സാറും ഒക്കെ അങ്ങോട്ട് പോയില്ല എന്നുള്ളത് ഉള്ളൊരു പ്രശ്നമായിട്ടല്ല, വോട്ടിംഗ് ആണ്, അങ്ങനെയാണ്. പക്ഷെ എനിക്കിത് ഭയങ്കര പ്രിയപ്പെട്ടതല്ല ജഗതി ചേട്ടൻ ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടാം, അതുകൊണ്ടുള്ള ഇഷ്ടം. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുത്ത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആൾക്കാരെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ ചില്ലറ പരിപാടിയില്ല. നമ്മള് വർഷങ്ങളോട് അതിലെ ഡയലോഗുകൾ ഇപ്പോഴും പറയാറുണ്ട്. അതെ അതെ, ഇപ്പോഴും നമ്മള് പല കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ അതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ +2 പഠിക്കുന്ന പിള്ളേർ ഈ ഡയലോഗ് കോപ്പി സംസാരിക്കുന്നുണ്ട്. യെസ്. ഇനിയിപ്പോ ഈ ചിരിപ്പിക്കുന്ന രംഗങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാം. നിശ്ചൽ ഈ ഒരു ലിസ്റ്റിൽ വന്നത് സിദ്ദിഖ എങ്ങനെയാണ് കണ്ടത്? ഇതിനൊരു എല്ലാം ഭയങ്കര ഡെപ്തുള്ള കഥാപാത്രങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കഥാപാത്രം പറഞ്ഞ പോലെ ആ കഥാപാത്രം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് എഴുതുക, അയാളെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് അമ്പിളിച്ചേട്ടനെ പോലെ ഒരു പ്രതിഭ നമുക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ കഥാപാത്രം എന്നും നമ്മൾ ഓർത്തു വയ്ക്കുന്നത്. അമ്പിളിച്ചേട്ടനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കഥാപാത്രത്തെ. ഇപ്പോൾ ഉണ്ടാവും നല്ല ഹ്യൂമർ ചെയ്യുന്ന ഇന്നസെന്റ് ചേട്ടൻ പോലുള്ളവരൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെയൊക്കെ പേസ് വേറെയാണ്, അമ്പിളിച്ചേട്ടൻ്റെ പേസ് വേറെയാണ്. ആ സ്പീഡ്, അതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം ഉണ്ട് അതിനകത്ത്. ഒരു വില്ലനി ഭയങ്കര പാടാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ. അത് നമ്മുടെ ഭാഗ്യം, മലയാള സിനിമയുടെ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഹ്യൂമർ സിനിമകൾ കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ ഞാൻ. അപ്പം ഞാൻ എപ്പോഴും നമ്മൾ അത്ഭുതത്തോടു കൂടി കണ്ടിട്ടുള്ള 2 പ്രതിഭകളാണ് ഇന്നസെന്റ് ചേട്ടനും അമ്പിളിച്ചേട്ടനും ഒക്കെ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ കഥാപാത്രങ്ങളെ നമുക്ക് മറ്റൊരാളെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം അത് എടുക്കുമ്പോഴൊന്ന് തൊടുക്കുമ്പോൾ ഒന്ന് ചെന്ന് കൊള്ളുമ്പോൾ അർജുനൻ്റെ അവനാടിയിൽ എന്ന് പറയുന്നത് പോലെയാണ്. അമ്പിളിച്ചേട്ടൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായ കഥാപാത്രമായി മാറുകയും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പോലും പൊട്ടിച്ചിരിച്ചു പോകും പലപ്പോഴും. അദ്ദേഹം കൊടുക്കുന്ന ബോഡി ലാംഗ്വേജസ്, ആ ഡയലോഗുകളൊക്കെ നമ്മുടെ ഡയലോഗുകൾ തന്നെ ഫോളോ ചെയ്യും. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന ചില അഡീഷൻസ് ഉണ്ട്, ബോഡി ലാംഗ്വേജ്, എക്സ്പ്രഷൻസ്, അവിടെയാണ് ഈ ക്യാരക്ടർ അവിടെ എലിവേറ്റ് ചെയ്യുന്നത്. ഇത് പ്രേക്ഷകന്റെ മനസ്സിൽ എക്കാലത്തും നിലനിൽക്കും. ശരിയാണ്, ഈ 10
കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു തമാശക്കാരനെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് ഈ തലമുറ ചെയ്ത ഒരു വലിയ കാര്യം തന്നെയാണ്. പൊതുവെ തമാശക്കാരെ മാറ്റി നിർത്തുകയാണ് പതിവ്. പക്ഷെ അമ്പിളിച്ചേട്ടനെ മാറ്റി നിർത്താൻ പറ്റില്ല. തേക്ക് ചിലപ്പോൾ വേസ്റ്റ് ആയി പോകും എന്ന് പറയും. പുള്ളിയുടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കൂടെ നിൽക്കുന്ന ആളെ ചിരിക്കും. അപ്പൊ ആ ടേക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കിരീടം എന്ന സിനിമയില് ഒരുപക്ഷെ തമാശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമെന്ന് വിചാരിച്ചൊരു കഥാപാത്രം നമ്മളെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. ജഗതിയുടെ അമ്പിളിച്ചേട്ടന്റെ കഥാപാത്രം. ആ കഥാപാത്രത്തെ കുറിച്ച് കൂടി നമ്മളൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ലിസ്റ്റ് അമ്പിളിച്ചേട്ടൻ്റെ ഈ ക്യാരക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഇത് പൂർണ്ണമാകത്തില്ല. കാരണം ബാക്കിയെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട് കോമഡി ചെയ്യുന്നവർക്ക് അത്ര ഒരു വാല്യൂ ഇവിടെ കൊടുക്കാറില്ല. പക്ഷെ കോമഡിയാണ് ഏറ്റവും ടഫ് ചെയ്യാനായിട്ട്. അത് ഏറ്റവും മികവോടെ ചെയ്യുന്ന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടൻ തന്നെയാണ് അമ്പിളിച്ചേട്ടൻ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ഇല്ലാത്ത ഒരു ലിസ്റ്റ് പൂർണ്ണമാകും. പ്രത്യേകിച്ചും ഈ കഥാപാത്രം ഇത് ക്രിയേറ്റ് ചെയ്തത് പ്രിയനാണ്. പ്രിയൻ അതിൻ്റെ മാസ്റ്ററാണ്, കോമഡിയുടെ മാസ്റ്ററാണ്. അത് കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് പ്രിയൻ തന്നെയായിരിക്കും. ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പ്രിയനെ കൊണ്ട് ഷോട്ട് ഓക്കെ ആകാറുണ്ട്. അപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അമ്പിളിച്ചേട്ടൻ്റെ ഏത് കഥാപാത്രം സിദ്ദിഖ് പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്ന ഏത് കഥാപാത്രവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 100 മടങ്ങായിട്ടാണ് നമുക്ക് തിരിച്ചു തരുന്നത്. ഇപ്പോഴും കിരീടത്തിലെ ഡയലോഗൊക്കെ, ജഗദീശന്റെ ഡയലോഗൊക്കെ നമ്മൾ പറയാറുണ്ട്. 1 ലോഡ് ശവം, 2 ലോഡ് ശവം എന്നൊക്കെ പറയുന്ന ഡയലോഗ്. സിബി സാറിന്റെ സിനിമയിലൊക്കെ നമ്മൾ ഒരു തമാശ വരുമ്പോൾ അത് കോടതി വരുന്നത് പോലെയാണല്ലോ പെട്ടെന്ന്. അല്ല, ഈ കഥാപാത്രത്തിന്റെ ഒരു ശരിക്കും ആ സിനിമയിൽ ഒരു 3 സീനുകൾ ഉണ്ടായിരുന്നു വിളിച്ചാണ്. ആ കിരീടത്തിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 100% പെർഫെക്റ്റ് ആണ്. പക്ഷെ ഫൈനൽ പ്രിന്റിൽ നിന്ന് ഒരു 3 സീൻ എടുത്ത് മാറ്റേണ്ടി വന്നു. അത് ഫൈനൽ പ്രിന്റ് കഴിഞ്ഞിട്ടാണ്. നമ്മളെല്ലാവരും ഫൈനൽ ഒരു ഫസ്റ്റ് കോപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ലോകിക്കാൻ തന്നെ തോന്നിയത്. അത് അമ്പിളിച്ചേട്ടൻ്റെ 3 സീനുകളാണ്. അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ നടക്കുന്ന 3 സീൻ. അമ്പിളിച്ചേട്ടന് ഒരു ജ്യേഷ്ഠനുണ്ട്, എനിക്കൊരു ചായക്കടയുണ്ട്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ അവിടെ പോയിരുന്നിട്ട് ഇവിടുന്ന് ഈ മാക്സിമം ഇവർക്കൊരു ശല്യക്കാരനായ വരുമാനമുണ്ടോ. അപ്പം ഈ സ്ത്രീ അവിടെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് അയച്ച് പണം വാങ്ങിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന 2-3 സീനുകളുണ്ട് അവിടെ. അതിനകത്ത് ഇതുപോലെ ഒരു ആഹാരം കഴിക്കുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര ഒരു പണിയെടുക്കാതെ തിന്നുക എന്നുള്ളൊരു കഥാപാത്രമാണ്. പക്ഷെ അത് മാറ്റേണ്ടി വന്നു. അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ഫൈനൽ ഒരു ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അത് മാറ്റണമെന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ മാറ്റിയത്. അമ്പിളിച്ചേട്ടൻ ഈ കള്ള് ഷാപ്പിലിരുന്നിട്ട് ഈ കള്ള് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് അമ്പിളിച്ചേട്ടൻ എടുക്കുന്ന എഫേർട്ടുകളുണ്ട്. ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് പഴമൊക്കെ വായിക്കാത്തില്ലെങ്കിൽ ഇട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഡയലോഗും കുറേ നേരം ഈ അനീഫയുടെ ഡയലോഗ് നടക്കുന്ന സമയത്തൊക്കെ അമ്പിളിച്ചേട്ടൻ വാ ഫില്ലാണ്. ഒരുപാട് എഫേർട്ട് എടുക്കുകയും ഈ സിദ്ദിഖ് പറഞ്ഞ ഒരു കഥാപാത്രമായിട്ട് 100% ലൊക്കേഷനിലേക്ക് അമ്പിളിച്ചേട്ടൻ എത്തിക്കഴിഞ്ഞാൽ വളരെ സീരിയസ്. അമ്പിളിച്ചേട്ടൻ സ്ക്രീനിന് പുറത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. വന്നു കഴിഞ്ഞാൽ നമ്മളത്തേക്കും ഏതാണ് സാർ, ക്യാരക്ടർ എന്താണ് സാർ എന്ന് ചോദിച്ചിട്ടത് ഏതോ ലൊക്കേഷനിൽ നിന്ന് ഏതോ 2-3 കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഓടി വരുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ കഥാപാത്രം എന്താണെന്ന് ചോദിക്കുക. വളരെ സീരിയസ് ആയിട്ടാണ്, വേറെ തമാശ പിടിക്കത്തില്ല. അത് പഠിച്ച് ക്യാരക്ടറെ മനസ്സിലാക്കിയിട്ട് പുള്ളി പോകും. പുള്ളി പോയി മേക്കപ്പാനെ വിളിച്ച് മേക്കപ്പ് കേട്ടിട്ട് നമ്മൾ ഉപയോഗിക്കും, സാർ ഇത് മതിയോ, ഇതാണ് ഉദ്ദേശിച്ചത്, മാറ്റണോ, അങ്ങനെ ആ ക്യാരക്ടറായിട്ട് സ്വയം അതിൻ്റെ എക്സ്റ്റേണലും ഇൻറ്റേർണലുമായിട്ടൊക്കെ അതിനെ മുന്നോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതായിത്തീരുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും അമ്പിളിച്ചേട്ടൻ ചെയ്ത ഏറ്റവും മികച്ചൊരു കഥാപാത്രം പത്മനാഭ സാറിൻ്റെ സിനിമയിലെ കവലയാണ്. എന്തൊരു ക്യാരക്ടറാണ് അത്. അതിൻ്റെ സൃഷ്ടി എഴുത്തിൻ്റെ ഒരു മികവ് തന്നെയാണ് അത്. പക്ഷെ അതിനെ ഈ ഒരു പത്മനാഭ സാറ് കണ്ടതിനേക്കാളും എത്രയോ മടങ്ങ് മേളിലാണ് കവലയുടെ അവസാനം നമ്മുടെ സ്ക്രീനിൽ എത്തിച്ചേരുന്നത്. നമ്മുടെ 25ന്റെ ലിസ്റ്റിൽ കവലയുണ്ടായിരുന്നു. കിലുക്കം സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പ്രേക്ഷകർ കാണുന്നതിന് മുമ്പ് ഡബിംഗ് തിയേറ്ററിൽ വെച്ചിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. നിശ്ചലിനെ കുറിച്ച് ആക്ച്വലി ആ സിനിമ ഡബ് ചെയ്യുന്ന സമയത്ത് ഈ നിശ്ചലും രേവതിയും തമ്മിലുള്ള കോമ്പിനേഷൻ ഞാൻ ഡബ് ചെയ്തിട്ടേ ഇല്ലല്ലോ. അത് രേവതി ഓൺ വോയിസ് ആണ്. അപ്പൊ ഞാൻ ആ സിനിമ ഡബ് ചെയ്യാൻ ചെന്നപ്പോൾ ഇതൊരു കോടാലി അല്ല ഈ ഡയലോഗ് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണോ ഈ ക്യാരക്ടർ തുടങ്ങുന്നത്? അല്ല, ഇതിനു മുമ്പ് കുറെ ഉണ്ട് എന്നിങ്ങനെ പ്രിയൻ സാർ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ആ സീനൊക്കെ അതിട്ട് കാണിച്ചത്. അപ്പൊ അത് നോക്കിയപ്പോ രേവതിയുടെ ശബ്ദം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് തന്നെ പോരെ എന്ന് ചോദിച്ചോ. പറഞ്ഞില്ല,
ഒരു ഇപ്പൊ രേവതി നല്ല മനോഹരമായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് രേവതി സംസാരിക്കുന്ന കോയിന്റെ മണം എന്ന് പറയുന്ന അത് തന്നെ അങ്ങനത്തെ ഒരു സ്ലാങ് തന്നെ ആയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ വട്ട് ആയിട്ടുള്ളത് അത് തന്നെ മതി, അപ്പം താൻ കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അപ്പോഴൊക്കെ ആയപ്പോഴേക്കും ഈ നിശ്ചലമായിട്ടുള്ള കോമ്പിനേഷൻ കുറച്ച് കുറവായിരുന്നു. അവിടെ ഏറ്റവും എനിക്കൊരു ചലഞ്ചിങ് ആയിരുന്നു തിലകൻ ചേട്ടനുമായിട്ടുള്ള സീൻസ് ആയിരുന്നു. ആ വീട്ടിൽ ചെന്ന് കയറിയതിന് ശേഷമുള്ള അങ്ങനത്തെ സീനായിരുന്നു ആ സിനിമയുടെ. ഇപ്പോഴും എനിക്കതിൽ ഒരുപാട് സന്തോഷം. അത് 2 പേരായിട്ട് ഡബ് ചെയ്തത് തന്നെയാണ് എനിക്കത് ഒരു സന്തോഷം. അതങ്ങനെ തന്നെ ആകേണ്ടത് തന്നെ ആയിരുന്നു എന്ന് തോന്നി. അതുകൊണ്ട് എനിക്ക് അമ്പിളിച്ചേട്ടനുമായിട്ട് അങ്ങനെ കോമ്പിനേഷൻ എനിക്ക് വേണ്ടി വന്നില്ല. പിന്നെ ഒന്ന് ബേസിക്കലി ഇങ്ങനെ അമ്പിളിച്ചേട്ടനുമായിട്ട് കുറേ അധികം സിനിമകൾ തിയേറ്ററിൽ ഒന്നിച്ചിങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരി ഞാനുമായിട്ട് ഇങ്ങനെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അമ്പിളിച്ചേട്ടൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്പിളിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇതെൻ്റെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ആ കൂട്ടുകാരിയോട് ചോദിച്ചു ഭാഗ്യലക്ഷ്മിയുടെ കൂട്ടുകാരിയാണോ? പറഞ്ഞ അതെനിക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ്. അപ്പൊ ഇത് അവള് ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിച്ചു. പിന്നെ അമ്പിളിച്ചേട്ടൻ സുഖമില്ലാതായതിനു ശേഷം അവളെ കൂട്ടിക്കൊണ്ട് ഞാൻ അമ്പിളിച്ചേട്ടനെ കാണാൻ ചെന്നു. അപ്പൊ അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ എന്നെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആരാന്ന് മനസ്സിലായോ? അപ്പൊ ഇല്ല എന്നിങ്ങനെ തലയാട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു അന്നിങ്ങനെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഇതെന്റെ ഫ്രണ്ടാണ്, നിനക്ക് അങ്ങനെ എന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ അമ്പിളിച്ചേട്ടൻ പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചിരിച്ചു ആ വയ്യാതിരിക്കുന്ന സമയത്ത്. അപ്പൊ എനിക്ക് തോന്നി ഉള്ളില് അപ്പൊ അമ്പിളിച്ചേട്ടൻ ഇപ്പോഴും ആ ഒരു ഓർമ്മ നന്നായിട്ടുണ്ട്. സിബി സാറൊക്കെ പറയുന്ന മാതിരി ഒരു നമുക്ക് മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു ആക്ടറും പലപ്പോഴും പ്രേം സാറിന്റെ ഒരുപാട് പടം ഇപ്പൊ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമ ഡബ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ഡയലോഗൊക്കെ പറയുമ്പോൾ കാണാം അകത്ത് പ്രിയനിങ്ങനെ കൺസോളിൽ ഇരുന്നിട്ട് ഒന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ അലച്ചു തള്ളി ഇങ്ങനെ ചിരിക്കുന്ന കാണാം നമ്മുടെ ചേട്ടന്റെ ഡയലോഗ് പ്രസന്റേഷൻ. യെസ് തരുൺ, ഈ കൂട്ടത്തിൽ നമ്മൾ ഭാഗമാവുകയാണ്. മലയാള സിനിമയുടെ പുത്തൻ പ്രതീക്ഷയാണ് തരുൺ മൂർത്തി. ഈ ലിസ്റ്റ് കാണുന്ന സമയത്ത് ഇവരോടൊപ്പം ഇരിക്കുന്ന സമയത്ത് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ പേര് പറയുന്നത് ഒരിക്കലും മറക്കില്ല ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണിത്. ഈ 25 ലിസ്റ്റ് കാണിച്ചപ്പോൾ തന്നെ കണ്ണോടിക്കുമ്പോൾ എല്ലാ സിനിമകളും ഒരുപാട് വട്ടം കണ്ട് റിപ്പീറ്റ് ചെയ്ത് ഈ 10 കഥാപാത്രങ്ങളാണ് ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റിയത് എന്നുള്ള വിശ്വാസക്കാരനാണ്. അതിലെനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പം ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ 2 സിനിമകൾ ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്തതാണ്. അപ്പം ഒരു റൈറ്റർ എന്നാൽ നമ്മൾ ഒരുപാട് ടെക്നിക്കാലിറ്റിയുടെ പുറകെ ആണ് ഇന്നത്തെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു റൈറ്റർ എന്ന നിലയിൽ ഒരു ക്യാരക്ടറിൻ്റെ ലെയറുകൾ, ഇമോഷൻസ് എത്രമാത്രം സ്ട്രോങ് ആയിരുന്നു ഇവരുടെ ക്യാരക്ടറിൽ, അത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അത് നമ്മൾക്കും അതുപോലത്തെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യാനായിട്ട് ഇനിയും അതാണ് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് ഈ കാണുന്ന ഈ കഥാപാത്രങ്ങൾ. അപ്പം ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കാൻ പറ്റിയത് തന്നെ. നമ്മള് ജഗദീശനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത മറ്റൊരു അഭിനയ പ്രതിഭയായിരുന്നു തിലകൻ സാർ. തിലകൻ സാറിന്റെ ഒരു കഥാപാത്രം നമ്മുടെ ലിസ്റ്റില് തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ 3-ാം പക്കം എന്ന സിനിമയിലെ തമ്പിയാണ്. എൻ്റെ ലൈഫിൽ ചെറുപ്പകാലത്തെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയ സിനിമയായിരുന്നു 3-ാം പക്കം. അപ്പം എനിക്കങ്ങനെ ഗ്രാൻഡ് ഫാദർ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടില്ല. അപ്പം ഇത് കാണുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു. അപ്പം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ തമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് നമ്മൾ ടീനേജ് കാലഘട്ടത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഈ പറയുന്ന ജഗദീശന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നു. അതിൽ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള റൈറ്റേഴ്സ് ചെയ്യുന്ന പല ക്യാരക്ടേഴ്സാണ് നമ്മളോട് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് ദൂരദർശനിലെ ഈ പിന്നെ സിനിമയുടെ ടെലികാസ്റ്റിന്റെ സമയത്താണ് ഞാൻ ഈ 3-ാം പക്കം കാണുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസക്കാലം നമ്മുടെ ഉള്ളിൻ്റെ ചങ്കിൻ്റെ ഉള്ളിൽ ഒരു വേദനയാണ്. ആ കരച്ചിലാണ്, ആ മീശയൊക്കെ എനിക്ക് തോന്നുന്ന ഒരു വെപ്പ് മീശ വെച്ചിട്ടാണ് പൊട്ടിക്കരയുന്നത്. അതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും ആ ഒരു വിങ്ങൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനായിട്ട് എത്രയെങ്കിലും മാസങ്ങൾ എടുത്തിട്ടുണ്ടോ? യെസ്, നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അനന്ത് പത്മനാഭൻ സാർ, എന്താണ് അച്ഛൻ്റെ സിനിമകളെ കുറിച്ച് 3-ാം പക്കത്തിലെ തമ്പി എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച്? എനിക്ക് പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിലകൻ സാറിൻ്റെ
അച്ഛൻ്റെ കഥാപാത്രങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പോൾ പൈലോട്ടാണ്. നമുക്ക് പറയാൻ പൊതുവെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്സിനെക്കാളും ഗ്രേയിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളെയാണ്. മലയാളത്തിൽ തന്നെ ഇപ്പം പകൽക്കിനാവിലെ ബാബു, മലയാളത്തിലെ ആദ്യത്തെ ആൻറ്റി ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. അതേ അച്ചിൽ വാർന്നു വീണതാണ് നിഴലാട്ടത്തിൻ്റെ ദാസു, തൃഷ്ണയിലെ ദാസു, എല്ലാം എംടിയുടെ കഥാപാത്രം. പിന്നെ അതുപോലെ കടൽപ്പാലത്തിലെ നാരായണൊക്കെ, ചെമ്പൻ ഇങ്ങോട്ട് വരുമ്പം വരമാവൻ്റെ ചാട്ടയിലെ പേര്, അച്ഛൻ്റെ അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിലെ സക്കറി. എനിക്ക് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉള്ള ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ശിവജാന്റെ രാജീവ് ലോകിയുടെ, അതുപോലെ വിദ്യാധരൻ, എന്തിന് ചകോരത്തിലൊക്കെ ചില കഥാപാത്രങ്ങളുണ്ട്, പപ്പോട്ടിനൊക്കെ ചെയ്ത ചില ക്യാരക്ടേഴ്സ്, ആൾക്കൂട്ടത്തിൽ തനിയിലെ കുട്ടിനാരായണൻ. അവിടെയാണ് ഒരു കഥാപാത്ര സൃഷ്ടിയുടെ ഒരു കോംപ്ലിക്കേഷൻ. നമ്മളിത് ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് അത് എളുപ്പമല്ല, മറ്റു ഒറ്റ ലെയറിൽ പോകുന്നതല്ല, പല ഷെയ്ഡ്സ് കടന്നു പോകുന്നു. ഗിവൺ എ ചോയ്സ് ഞാൻ ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ദിലൻ സാറിൻ്റെ ഒരു കഥാപാത്രമാണെങ്കിൽ ഞാൻ മുന്തിരിത്തോപ്പുകളുടെ പോൾ പൈലോട്ടായിരുന്നു. എന്തുകൊണ്ട് ഇതിൽ മാന്നാർ മത്തായി മിസ്സിംഗ് ആയി എന്നൊരു വലിയ, കാരണം അദ്ദേഹം ഒരു പടത്തിൽ മാത്രമല്ല, അദ്ദേഹം തുടർച്ചയായി നമ്മുടെ ആ പടത്തിന്റെ ചിരിയുടെ തണ്ടല്ലെന്ന് പറയുന്നത് മാന്നാർ മത്തായി. മാന്നാർ മത്തായി എങ്ങനെ ഇതിൽ മിസ്സിംഗ് ആയി എന്ന് എനിക്കൊരു വലിയ അതിശയം. സത്യത്തിൽ ഞാൻ നിശ്ചലിനേക്കാളും ഇഷ്ടപ്പെടുന്നു മാന്നാർ മത്തായി. ഞാൻ തുറന്നു പറയാം, പല കഥാപാത്രങ്ങളും മിസ്സിംഗ് ആണ്. ഉണ്ണിയാർച്ച എന്തുകൊണ്ട് മിസ്സിംഗ് ആയി? ഭാഗ്യചേച്ചി ആ ഗംഭീരമായിട്ട് ചെയ്ത ഒരു കഥാപാത്രമാണ്. അതുപോലെ പല കഥാപാത്രം. പിന്നെ നമ്മുടെ ചോയ്സ് അല്ലല്ലോ ഇതൊരു പോപ്പുലർ. അതെ, നമ്മൾ ഇതിന്റെ ഒരു പ്രായം ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഷേക്സ്പിയർ കൃഷ്ണ, അങ്ങനെ ഒരു എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് അമൃതംഗമ്മയിലെ ഡോക്ടർ ഹരിദാസ്. എനിക്കൊന്നും മോഹൻലാലിലെ ഏറ്റവും നല്ല കഥാപാത്രം പാദമുദ്രയിലെ മാധു, രണ്ടുപേരുണ്ട് അതിൻ്റെ, കുട്ടപ്പനും മറ്റേ മൂപ്പൻ ക്യാരക്ടർ മാധുപണ്ടാരൻ. അങ്ങനെ കുറെ ഫേവറേറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ തമ്മിലേക്ക് തന്നെ വരികയാണെങ്കിൽ മൂന്നാം ഭാഗത്തിനെ പറ്റിയുള്ള എന്റെ പേഴ്സണൽ മെമ്മറി, ഞാൻ ചില സെറ്റുകളിൽ വളരെ കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ. അച്ഛനത് താല്പര്യമുള്ളതായിരുന്നില്ല. ഞാൻ പലപ്പോഴും മാറി നിന്നിട്ടുണ്ട്, ചില സെറ്റുകളിൽ കൊണ്ടും പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ഓർമ്മയുള്ളത് മുന്തിരിത്തോപ്പ് കഴിഞ്ഞ് വന്നപ്പോഴാണോ എന്നറിയില്ല, ഒരിക്കൽ ഫ്ലൈറ്റിൽ അച്ഛൻ വരുമ്പോൾ തിലൻ സാർ കൂടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അപ്പം ചെയ്ത ഒരു കഥാപാത്രത്തിന്റെ ബോഡി ലാംഗ്വേജിനെ പറ്റി അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരിക്കും. അച്ഛൻ പറഞ്ഞ ഈ മനുഷ്യന്റെ മനസ്സ് മുഴുവൻ ഇതാണ്, ഇങ്ങനെ അതിനെപ്പറ്റി മാത്രമാണ്. എന്തൊരു ഡെഡിക്കേറ്റഡ് ആണ് ഈ മനുഷ്യൻ, ചുമ്മാ ആണോ ഇയാൾ വലിയ അഭിനേതാവ് അല്ലാതെ ആവുന്നത്. അതായത് അതുപോലെ എന്റെ പ്രിവ്യൂ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് വെളുത്ത മുണ്ടും ഉള്ള ഷർട്ടും ഇട്ടിട്ട്, അപ്പൊ അമ്മയൊക്കെ നിൽപ്പുണ്ട്. അപ്പം അമ്മയുടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചു. അങ്ങനെ പരിചയമൊന്നുമില്ല, നന്നായിട്ട്, അത് പോരാ എന്ന് പുള്ളി അങ്ങനെ പറഞ്ഞാൽ പോരാ. എന്നാൽ പുള്ളിക്ക് തന്നെ അറിയാം പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള. മാത്രമല്ല മൂന്നാം പക്കത്തിന്റെ സെറ്റില് അദ്ദേഹത്തിന്റെ മകൻ ഷമിച്ചേട്ടനെ അച്ഛൻ്റെ അസിസ്റ്റന്റാക്കി നിർത്തണമെന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ആ ഒരു പിന്നെ അസിസ്റ്റൻസ് ഒരുപാട് പേരുള്ളതുകൊണ്ട് കൂടെ നിന്നോട്ടെ ഒരു അൺപെയ്ഡ് അപ്രന്റീസായിട്ട് പുള്ളി അത് മുഴുവൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷമിച്ചേട്ടൻ. പക്ഷെ പോകാൻ നേരത്തെ പറഞ്ഞാൽ കാസറ്റിങ് തന്നാലും പടം ഇറങ്ങിയിട്ട് തരാം, ഇത് പുറത്ത് പോകണ്ട, പടം ഇറങ്ങിയിട്ട് കൊടുക്കുകയും ചെയ്യും. അത്രയ്ക്ക് ദിലൻ സാർ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രത്തിനെ അച്ഛനെ പ്രചോദിപ്പിച്ചിട്ടുള്ള തീർച്ചയായിട്ടും ഓൾഡ് മാൻ ഓഫ് ദി സീയിലെ സാന്റിയാഗോ തന്നെ. അച്ഛൻ ഹെമിംഗ്വേയുടെ ഭയങ്കര ആരാധനയാണ്. അതിൻ്റെ ലൈബ്രറിയിലെല്ലാം ഉണ്ട്. ഈ എല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും ഹെമിംഗ്വേയുടെ വലിയ ആരാധകരാണ്. പൊതുവെ ഹെമിംഗ്വേയുടെ കഥാപാത്രങ്ങളുടെ ഒരു സ്വാധീനം അച്ഛൻ്റെ ഈ പരുക്കന്മാരിൽ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട്. ഈ റിമോഴ്സ്ലെസ് ആയിട്ട് ഈ കൊലപാതകം വിശ്വനാഥൻ, ഇതേവിടെ ഒരു വലിയ വിശ്വനാഥനായി, അങ്ങനെ പല കഥാപാത്രങ്ങളും കണ്ടിട്ടുണ്ട്. ഈ അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിലെ സക്കറിയിലും ഒക്കെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആയിരുന്നു ഓൾഡ് മാൻ ഓഫ് ദി സീയിലെ സാന്റിയാഗോ തന്നെ. അതൊക്കെ പറയുന്നുണ്ട്, ഓൾഡ് മാൻ ഓഫ് ദി സീയെ പറ്റി ഒരു റെഫറൻസ് പറയുന്നു. അത് തന്നെയായിരുന്നു ഈ ഒരു കഥാപാത്ര സൃഷ്ടിക്ക് അച്ഛനെ പ്രചോദിപ്പിച്ചത്. തീർച്ചയായും കണ്ട ഒരു ട്രാജഡി ഉണ്ടായിരുന്നു. അവരെന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അച്ഛൻ കോളത്ത് വെച്ച് 7 ദിവസം കൊണ്ടാണ് സ്ക്രിപ്റ്റൊക്കെ എഴുതി. ഭയങ്കര സ്പീഡാണ്. 3 ദിവസം കൊണ്ടാണ് ഒരിടത്തൊരു സ്ക്രീൻ പ്ലേ തീർക്കുന്നത്. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ കാരണം അച്ഛൻ ഈ ആകാശവാണി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലീവ് കുറവായിരുന്നു. പിന്നെ അതൊരു ഈ
ഭയങ്കര ഇൻസസെന്റ് ഫ്ലോ, ഒറ്റയടിക്ക് തീർക്കുക. അതിന്റെ മാത്രമല്ല, അച്ഛൻ VRS എഴുതിയതിനു ശേഷം എന്റെ പ്രതിമയും രാജകുമാരി എന്ന നോവൽ 10 ദിവസം, ഉദകപ്പോളം 9 ദിവസം കൊണ്ടാണ്. അത് സ്പോണ്ടൈനിറ്റിയാണ്, ഒറ്റ എഴുത്താണ്. പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് ഡ്രാഫ്റ്റ് ഒന്നുമില്ല. ചിലതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സെക്കൻഡ് ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മിനുക്കാമായിരുന്നല്ലോ. അതൊന്നുമില്ല, ഒട്ടും കുത്തൊന്നുമില്ല, ഒറ്റ എഴുത്ത് ഫ്ലോ ആണ്. അത് ഹെമിംഗ്വേയിൽ തന്നെ ഒരു കോട്ടുണ്ട്, ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഈസ് റിട്ടൺ ഇൻ ഹോട്ട് ബ്ലഡ് ആൻഡ് ദ സെക്കൻഡ് ഇൻ ഐസ്. അച്ഛന് ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൽ പല രക്തം ഇങ്ങനെ കിരിഞ്ഞ് നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇതൊക്കെ തന്നെയാണ് അനുഭവം. എനിക്ക് നേരിട്ട് ഞാൻ ആ സെറ്റിൽ പോയിട്ടില്ല. സിദ്ധു പറഞ്ഞ പോലെ ഈ പ്രായം നമുക്ക് മാറുന്നതിനനുസരിച്ച്, കുട്ടിക്കാലത്താണ് ആദ്യം എല്ലാ സിനിമകളും കണ്ടിട്ടുള്ളത്, അത് കഴിഞ്ഞ് പ്രായം കൂടുന്നതിനനുസരിച്ച് തന്നെ പെർസ്പെക്റ്റീവും മാറിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതുണ്ടാവില്ല. എനിക്ക് തോന്നിയിട്ടുള്ള മലയാളത്തിൽ തന്നെ ഏറ്റവും ജെംസ് ആയിട്ടുള്ള ഒരുപാട് നല്ല നോവലുകൾ അന്നത്തെ കാലത്ത് നല്ല സിനിമകളായി വന്നില്ല. ഉദാഹരണത്തിന് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ കാവലെ പ്രഭു, ശക്തമായ കഥാപാത്രങ്ങൾ. പക്ഷെ എന്തുകൊണ്ട് ഫിലിം ചെയ്തപ്പോൾ അതൊക്കെ റീമേക്ക് ചെയ്യണം. ഞാനിപ്പം ഹോട്ട്സ്റ്റാർ ഒറിജിനൽസിന്റെ ഒരു ചാർജിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം ഇത്തരം ഇത് നല്ല റീമേക്സ് ആയിട്ടുണ്ട്. അന്ന് നന്നായിട്ട് വന്നത് ചെയ്യണമെന്നില്ല, ഇത്തരം ഈ സാധനം ചെയ്താൽ കൊള്ളായിരുന്നു. ഇത്തരം കഥാപാത്രങ്ങളെ പുതിയ തലമുറയ്ക്ക് കുറച്ചുകൂടെ അന്ന് നല്ല റെപ്രസെന്റേഷൻ വരാത്തത് കുറച്ചുകൂടെ നന്നായിട്ട് കാണിച്ചുകൂടെ എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. ഹെമിംഗ്വേ നല്ലൊരു മീൻപിടുത്തക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മീൻപിടുത്തമായിരുന്നു, ഹോബി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഒരുപക്ഷെ അത്തരം ഒരുപാട് കഥാപാത്രങ്ങൾ ആഴക്കടലിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് പത്മരാജൻ എന്ന് പറയുന്ന പ്രതിഭ. ഇനി നമുക്ക് മൂന്നാം പക്കത്തിന്റെ കഥാപാത്രത്തിന്റെ ക്ലൈമാക്സ്, ആ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് വേണുമായിരുന്നു ആ സിനിമയുടെ ക്യാമറമാൻ. വേണു പറയുന്നത് തിലകൻ ചേട്ടൻ കടലിലേക്ക് ഇറങ്ങി പോവുകയാണല്ലോ. അപ്പം അത് അന്നത്തെ ഒരു മിനിമം നമ്മളുടെ ഒരു ടെക്നിക്കൽ ഫെസിലിറ്റീസ് വെച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിൽക്കണം. തിലകൻ ചേട്ടൻ ഇതെല്ലാം മറന്നിട്ട് കഥാപാത്രമായിട്ട് കയ്യിൽ നിന്ന് പോയി പുള്ളി അന്ന് കടലിലേക്ക് ഇറങ്ങി പുള്ളി സ്വയം മുങ്ങുന്നിടം വരെ നടക്കുകയാണ്. വേണുവാണെങ്കിൽ ഭയങ്കര ടെൻഷനുള്ളതാണ്. വേണു ഇവിടുന്ന് ക്യാമറ കട്ട് ചെയ്യാനും പറ്റത്തില്ല, തിലകൻ ചേട്ടൻ നിൽക്കുന്നില്ല. അങ്ങനെ അത്രമാത്രം ക്യാരക്ടറിനെ അതിനകത്ത് ഇൻവോൾവ് ആകും. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഞാൻ തന്നെ കിരീടത്തിൻ്റെ ഒരു സീനിൽ ഈ ലാലിനെ സെല്ലിൽ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് കയറി അടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന സീനുണ്ട്. അപ്പം ഒറ്റ ഷോട്ടിൽ ഹാൻഡുകളായിട്ടുള്ള ക്യാമറയുടെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ തിലകൻ വന്നു മുറി കയറി ലാലിനെ വലിച്ചിട്ട് അടിക്കുന്നു. അപ്പോഴത്തേക്ക് ഓടിയോ ചേട്ടനും മുരളിയൊക്കെ കയറി വന്ന് തടസ്സപ്പെടുത്തി തിലകൻ ചേട്ടൻ കൊണ്ട് പോകുന്നു. ഇപ്പോൾ ലാലിങ്ങനെ മതിലെ കൂടി എഴുതി താഴേക്കാണ്. അപ്പോൾ എൻ്റെ ഷോട്ട് അവസാനിക്കുന്നത് ലാലിലേക്കാണ്. അത്രയും ഗംഭീരമായിട്ട് ഒരു ലെങ്തി ഷോട്ട് എടുത്തു കഴിഞ്ഞു പുറത്ത് വന്നു. അത് ഈ നമുക്ക് മോണിറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാമറമാൻ പറയുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഗംഭീരമായിരുന്ന ഷോട്ടും പെർഫോമൻസ് എല്ലാവരും ലാലും തിലകൻ ചേട്ടനാണ്. പക്ഷേ കുമാറപ്പം ഷോട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഞാൻ ഷോട്ട് ഒക്കെ വെച്ച് മാറിയിരിക്കുന്നു. ഇവിടെ എടുക്കും. ലാലിലെ ലാസ്റ്റ് സ്ലൈഡ് ചെയ്ത് എനിക്ക് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് മറ്റേ മുരളിയുടെ ബോഡി കൊണ്ട് മറിഞ്ഞു പോയി എന്നൊക്കെ പറയും. ഞാൻ കുമാർ ഇനി എടുക്കാൻ പറ്റത്തില്ല, കാരണം തിലകൻ ചേട്ടൻ അത്രമാത്രം സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്, കിട്ടിയില്ല. അതെന്ത് ചെയ്യണം? ഞാൻ പോയി തിലകൻ ചേട്ടൻ്റെ അടുത്ത് തിലകൻ ചേട്ടൻ പുറത്ത് പോയി ഇരുന്നിട്ട് ഇങ്ങനെ വല്ലാതെ അണയ്ക്കുകയാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ ഒന്നുകൂടെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്, നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഇരിക്കും, നെഞ്ചുവേദന എടുത്തിരിക്കുകയാണ്. കുറേ നേരം അവസരം ലാലൊക്കെ വന്ന് പറഞ്ഞു. കാരണം ഞാൻ ചേട്ടൻ കുറച്ചേരം ഇരിക്കും, നമുക്ക് ഇരുന്നിട്ട് എടുക്കാം. പുള്ളി ഇരുന്നു. കാരണം എനിക്ക് പേടിയായി. കാരണം പുള്ളിക്ക് ആ സമയത്ത് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്, രോഗം ഹാർട്ടിൻ്റെ. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളി ഇരുന്നിട്ട് അതേപോലെ അതിനേക്കാളും നന്നായിട്ട് അത് വീണ്ടും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കമ്മിറ്റഡാണ് ഈ ആക്ടർ എന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് മിസ് ചെയ്ത് പോയ ഒരു ആക്ടറുണ്ട്, ഗോപിച്ചേട്ടനാണ്. ഗോപിച്ചേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഗോപിച്ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് സന്ധ്യമയ നേരത്തിലെ ജഡ്ജാണ്. അതുപോലെ ഒരു പെർഫോമൻസ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. എന്തൊരു എക്സെൻട്രിസിറ്റിയുടെ ഹൈറ്റാണ്. അതെ, അതിനകത്ത് അതുപോലെ തന്നെയാണ് യവനികയുടെ കഥ. യവനിക കഥാപാത്രത്തെ നമ്മൾ എപ്പോഴും പറയുമെങ്കിൽ പോലും ഈ കഥാപാത്രത്തെ അത്രമാത്രം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ജോർജ് സാറിൻ്റെ പഞ്ചവടി പാലത്തിലെ ദുശാസനക്കുറിപ്പ്,
ഞാൻ ആ ദുശാസനക്കുറിപ്പിൻ്റെ ഡബ്ബിങ് നടക്കുമ്പോൾ ഞാനവിടെ ഉണ്ട്. അപ്പോൾ ഞാനീ ഒളിച്ചിരുന്ന് ഞാൻ ഏകലേഖനായിട്ടാണ് ഇപ്പോൾ മറ്റേ ജോർജ് സാറിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഡബ്ബിങ് സമയത്തൊക്കെ ഞാൻ ചിത്രാഞ്ജലിയുടെ പോയി ഒളിച്ചൊക്കെ ഇരുന്നിട്ട് അത് കാണണം. അപ്പം ഈ ദുശാസനക്കുറിപ്പിൻ്റെ അയാളുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ഇയാൾ അതിന് മുകളിൽ കയറിയിട്ട് അത് ആസ്വദിക്കുന്ന ഒരു എഴുതുണ്ട്. അത് ഡബ് ചെയ്യുമ്പോൾ എന്തൊക്കെ സൗണ്ടാണ് ഈ ഗോപിചേട്ടനിൽ നിന്ന് വരുന്നതെന്നുള്ളതാണ് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സൗണ്ടുകളാണ് പുറത്തേക്ക് വിടുന്നത്. ഡയലോഗൊന്നുമില്ല, അത് കണ്ടുപിള്ളേക്ക് ആസ്വദിക്കുകയാണ് പുള്ളിയുടെ തന്നെ പ്രതിമ കണ്ടിട്ട്. അപ്പോൾ ഗോപിചേട്ടൻ മിസ്സിംഗ് ആണ് ശരിക്കും. യെസ്, നമ്മൾ വിചാരിച്ചിരുന്നു 25 പേരുടെ ലിസ്റ്റ് കണ്ടപ്പോൾ അവസാനത്തെ 10ലേക്ക് ഗോപിചേട്ടൻ ഒരു കഥാപാത്രം വരുമെന്ന്. അതേപോലെ തന്നെ നമ്മളിനിയിപ്പോൾ ആദ്യ 3 സ്ഥാനത്തെത്തിയ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഗംഗയെ കുറിച്ച് പറയുക ഈ 3 പേർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമ കൂടിയായിരിക്കും മണിച്ചിത്രത്താഴ് എന്ന സിനിമ. കാരണം ഫാസിൽ എന്ന് പറയുന്ന ഗുരുനാഥനോടൊപ്പം സിദ്ദിഖ് സാർ വർക്ക് ചെയ്തിട്ടുണ്ട്, സിബി സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗംഗയ്ക്ക് ശബ്ദം കൊടുത്ത ആളാണ്, ശരിക്കും ഗംഗയ്ക്ക് ശബ്ദം കൊടുത്ത ആളാണ്. എന്താണ് സിദ്ദിഖ് സാർ അല്ലെങ്കിൽ ഇപ്പോ ഇത്രയും സംവിധായകർ ഒരുമിച്ച് നിന്ന് ഒരു സിനിമ ചെയ്യുക, അത് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ട് മാറുക, മലയാളി ഒരിക്കലും മറക്കാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ, അതിൽ തന്നെ ഏറ്റവും മികച്ചതെന്ന് നമ്മൾ പറയുന്ന നാഗവല്ലി അല്ലെങ്കിൽ ഗംഗ വരുന്നു. എന്താണ് ഗംഗയെ കുറിച്ച്? അതിൻ്റെ തിരക്കഥ വായിച്ചപ്പോൾ അന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, ഗംഭീരമായിരിക്കുന്നു പറയുന്നത്. അപ്പം അന്ന് സാറിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊരു കഥ ആദ്യമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് സാറിനോട് പോയി പറഞ്ഞ് കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളത് എഴുതാൻ തുടങ്ങുന്നത്, എഴുതിപ്പോയി വായിക്കുക. അതുപോലെ തന്നെ ഫാസ്റ്റ് സാർ എല്ലാ സ്ക്രിപ്റ്റും ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വിളിച്ച് വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ വായിച്ച് വിട്ട് ഫുൾ വായിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും സൈലൻസാണ്, ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്താണ് എല്ലാവരും ആരും ഒന്നും മിണ്ടാത്തത്? ഗംഭീരമായിരിക്കും വരിക. ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഫസ്റ്റ് മാത്രമല്ല, മലയാളത്തിൽ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഷൂട്ടിങ് തുടങ്ങുന്നത്. പക്ഷേ തൃപ്പൂണിത്തുറ പാലസിലെ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ അന്ന് വിഷുവിന് ആണ് റിലീസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഡേറ്റ്സ് കുറവാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഞാനും ലാലും കൂടി പോയിട്ടുണ്ട്. ഹ്യൂമർ സീൻസ് കുറേ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് സിബി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളപ്പോഴേക്കും കബുഡിവാലയുടെ സെറ്റിലേക്ക് തിരിച്ചു പോയി. കബുഡിവാലയുടെ എഴുത്തുമായിട്ട് പോയപ്പോഴേക്കും പിന്നെ സിബിയെ ഞാൻ വിളിച്ചു. പിന്നെ സിബി പ്രിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ആ സിനിമയിലും 4 പേര് ലാലടക്കം 4 പേരും വന്നിരിക്കുന്നത് ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻസ് ആയതുകൊണ്ടും കൂടിയാണ്. സിബി പ്രത്യക്ഷത്തിൽ ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് അല്ല, സിബി അല്ല, പ്രിയൻ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ പോലും ഒരു മാനസിക ഗുരുവായിട്ട് അംഗീകരിക്കുന്ന ആളാണ് ഫാസിൽ സാറിൻ്റെ ഗുരുവായിട്ട് മനസ്സിൽ കരുതുന്ന ആളാണ്. കാരണം മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളുടെ ഷൂട്ടിങ് കൊടൈക്കനാലല്ലേ, അവിടെ ഏതൊരു ഷെഡ്യൂളിൽ വന്നപ്പോൾ ക്ലാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാസർ ആരാണെന്ന് ശ്രദ്ധിക്കില്ല. തൊട്ടടുത്ത് പ്രിയൻ വന്നിരിക്കുന്നത് മോഹൻലാലിൻ്റെ കൂട്ടുകാരൻ ഷൂട്ടിങ് കാണാൻ വന്നിരിക്കുകയാണ്. പ്രിയൻ്റെ കയ്യിലേക്കാണ് ക്ലാപ്പ് കൊടുത്തിട്ട് വേഗം ക്ലാപ്പ് കാണിക്കുന്നത്. അപ്പോൾ പ്രിയൻ ആദ്യമായിട്ട് ക്ലാപ്പ് കാണിക്കുന്നത്. അപ്പോൾ ക്ലാപ്പ് കാണിക്കാൻ ചെന്ന് പ്രിയൻ ചെന്ന് ക്ലാപ്പ് കാണിക്കുമ്പോഴാണ് ഫാസാർ ഇയാളാണ്. അതാണ് പ്രിയൻ ഫാസാറിൻ്റെ അസിസ്റ്റൻ്റ് എന്ന് തമാശയിൽ കൂടി പറയുന്നതാണ്. ആകസ്മികമായിട്ടുണ്ടെങ്കിലും ഫാസാറ് ക്ലാപ്പ് കൊടുത്തത് അങ്ങനെയുള്ള 4 പേരാണ്. അതായത് ഫാസിൽ സാറിൻ്റെ സിനിമ ഇഷ്ടമുള്ളവർ, പിന്നെ ഫാസിൽ സാറിൻ്റെ സ്റ്റൈൽ അറിയാവുന്നവർ. അതുകൊണ്ടാണ് ആ സിനിമ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ 4 ഡയറക്ടേഴ്സ് എടുത്തെങ്കിലും ഒറ്റ സിനിമയായിട്ട് തന്നെ നിൽക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാസിൽ സാറിൻ്റെ ആ സ്റ്റൈൽ അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റൈലിലല്ല എടുത്തിരിക്കുന്നത്, ഫാസിൽ സാറിൻ്റെ സിനിമയുടെ താളത്തരം എടുത്തിരിക്കുന്നത്. പിന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഫാസിൽ സാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഡിറ്റിംഗാണ് ഒരു സിനിമയുടെ താളം നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഫാസിൽ സാർ ചെയ്തുകൊണ്ടാണ് 4 പേര് ചെയ്തിട്ടും അതറിയാതിരുന്നത്. പക്ഷെ എനിക്ക് ഗംഗയുടെ അധികം സീൻ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം നമ്മൾ കോമഡിയാണ്. എങ്കിലും ഒരു സീനോ എന്തോ മറ്റോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഗംഗയുടെ. പക്ഷെ ആ സീനിൽ പോലും ഇവരുടെ ഒരു എക്സ്പ്രഷൻ നമ്മളെ ഭയപ്പെടുത്തുമായിരുന്നു. ഇവരുടെ ഒരു ഭ്രാന്തിൻ്റെ ഒരു വളരെ സ്ലൈറ്റായിട്ടുള്ളൊരു
എക്സ്പ്രഷൻ എപ്പോഴും ഒരു ആ ക്യാരക്ടറിൽ സാധാരണഗതിയിൽ സംസാരിച്ചിട്ട് പെട്ടെന്ന് അവർ ആ ഇതിനകത്തേക്ക് മാറുമ്പോൾ നമ്മൾ പോലും ഷൂട്ടിംഗ് സമയത്ത് പോലും പേടിച്ചു. പാചകത്തി ഞങ്ങൾ പറഞ്ഞു, സാർ ഈ ഇവർ ഗംഗയായിട്ട് മാറുകയാണ് കേട്ടോ, പണം കഴിയുമ്പോൾ ഇവർ ഗംഗയിൽ പുറത്തു വരുമോ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ അങ്ങനെയാണ് ജീവിക്കുന്നത്. ശോഭ ഈ പറയുന്ന പോലെയാണ് ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ചെയ്യുന്നത് വലിയ പാടാണ്. ഈ ഒരു ക്യാരക്ടർ എടുത്ത് ഉള്ളിൽ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഇറക്കി വിടാൻ വലിയ പാടാണ്. അതിപ്പോൾ ഇവർക്ക് മാത്രമല്ല, എഴുത്തുകാർക്കും ഉണ്ട് ഈ ഹാങ് ഓവർ എന്ന് പറയുന്ന പരിപാടി. നമുക്ക് നമ്മുടെ മനസ്സിൽ സാറിന്റെ കാര്യം സംസാരിച്ചതല്ലേ? അതെ, നമ്മൾ ഒരു കഥയിൽ കുറെ കാലം വർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത കഥ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു ഫ്ലേവർ അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ 2-3 കൊല്ലം എടുക്കുന്നത്. അതൊന്നും പോയി. അപ്പൊ അതൊരു വലിയ ബാധ്യതയാണ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇവരിത് കഴിഞ്ഞിട്ട് വേറൊരു സെറ്റിൽ ചെല്ലേണ്ടതാണ്. പക്ഷെ ഇതിനൊന്ന് ഇറക്കി വിടണ്ടേ, ഈ കഥാപാത്രത്തെ ഇറക്കി വിടണ്ടേ. അത് ഒരു ചില്ലറ കാര്യമല്ല. അതൊരു സെക്കൻഡിൽ ഏറ്റെടുക്കണം, അതേപോലെ തന്നെ ഇറക്കി വിടണം. അല്ലെങ്കിൽ ഭ്രാന്തായി പോകില്ലേ. ഫുൾ ടൈം ഗംഗയായിട്ട് നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ പലരെയും വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കാണുന്നത് അവരുടെ ഈ ഒരു കൂടുവിട്ട് കൂടുമാറ്റത്തെ. അവർ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് അവർ ആ ക്യാരക്ടറിലേക്ക് മാറുകയും ഈ ക്രൂ നിൽക്കുന്ന ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് നിന്നിട്ട് അവരൊന്നും കാണാതെ ഈ ക്യാരക്ടറിലേക്കും ഈ കഥയിലേക്കും അവർ എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെയിനാണ്. ഇപ്പം ഞാനും ഒരു ആക്ടറായിരുന്നു, സ്റ്റേജിൻ്റെ ഒരു ആക്ടറായിരുന്നു. അപ്പം ഞാനൊരു തല്ലിപ്പൊളി ആക്ടറാണെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അഭിനയിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും സിനിമയിലേക്ക് ഒന്നും അഭിനയിക്കാനേ വന്നത്, ഞാൻ മാത്രം അഭിനയിക്കാൻ പോയില്ല. അപ്പം എനിക്ക് കുറച്ചുകൂടി ക്രിയേഷനാണ്, എഴുത്താണ് എനിക്ക് പറ്റിയതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് മാറുകയാണ്. അപ്പം അത്രയും പേടിയാണ് എനിക്ക് ആക്ടിങ്ങിനെ. അപ്പോൾ ഓരോരുത്തരെ അഭിനയിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം വരും. അപ്പോൾ ഈ മാറ്റം, ഈ കൂടുമാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ സിദ്ധി തന്നെയാണ്. അത് കൊടുക്കുന്നവരെയാണ് നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. കാര്യത്തിൽ ശോഭന ഭയങ്കര ഗിഫ്റ്റഡ് ആണ്. ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടി. ഗംഗയുടെ കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഭ്രാന്തിന്റെ മിന്നലാട്ടങ്ങൾ ഏറ്റവും ആദ്യം കണ്ട ഒരാളാണ്. ഗംഗയെ കുറിച്ചായിരിക്കും ഒരു പക്ഷേ ചേച്ചി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക. അത് ഒരു ആ സിനിമ ഡബ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള സത്യം പറയാം, പൊതുവെ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് കഥ പറഞ്ഞു തരാറില്ല. ഇല്ല, ആ സ്ക്രിപ്റ്റ് മാത്രം തരുന്ന രീതി ഒന്നുമില്ല. അവിടെ ചെന്ന് ഡയലോഗ് പറഞ്ഞു തരും. അതാണ് വളരെ അപൂർവം സംവിധായകർ മാത്രമാണ് കഥ പറഞ്ഞു തരുന്നത്. സത്യേട്ടൻ കഥ പറഞ്ഞു തരാറുണ്ട്, സിബി സാർ കഥ പറഞ്ഞു തരാറുണ്ട്, പത്മരായൻ സാർ കഥ പറഞ്ഞു തരാറുണ്ട്, ഭരതേട്ടൻ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം പാച്ചിക പൊതുവെ കഥ പറഞ്ഞു തരാറില്ല. അപ്പോൾ കഥ പറഞ്ഞു തന്നാൽ പിന്നെ നീ അങ്ങ് വലിയ ഉണ്ടാക്കുമല്ലോ, അതൊരു ഡയലോഗ് കൂടെ ആയിരിക്കും. അപ്പൊ പിന്നെ പാച്ചിക കഥ എന്താ, നിനക്ക് ഞാൻ എന്താ കഥ പറഞ്ഞിട്ട് നോക്കത്താ ദൂരത്ത് മറക്കില്ല. ഒരിക്കലും ഡബ് ചെയ്യാൻ ചെന്ന സമയത്ത് അത്രയധികം സംസാരിച്ചിട്ടില്ല പാച്ചിക്കയായിട്ട്. ഡയലോഗ് പറഞ്ഞു തരും. പക്ഷെ നോക്കുന്ന ദൂരത്ത് എന്ന് പറയുന്ന ഒരു സിനിമ ഡബ് ചെയ്യാൻ, ആ സിനിമയെ കുറിച്ച് തന്നെ പാച്ചിക്കയ്ക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അതും എനിക്ക് കഥ പറഞ്ഞു തന്നൊന്നുമില്ല. അവിടെ ചെന്ന് ഡബ് ചെയ്യാൻ ചെന്ന സമയത്ത് ഡയലോഗ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ, എനിക്ക് തോന്നുന്നു സിദ്ദിഖും ലാലും എൻട്രി ചെയ്ത സിനിമ അല്ലേ, ഫസ്റ്റ് ഇവർ രണ്ടുപേരും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയി വന്ന്, അതുകൊണ്ട് ഇവരൊരു ഭാഗത്തൂടെ ഇരുന്ന് എന്നെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ഇത് ആര് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഞാൻ ഉറക്ക ഡയലോഗ് പറയും. അപ്പൊ നമ്മൾ മലയാളത്തിൽ പൊതുവെ നമ്മളെപ്പോഴും സെറ്റിലായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ശിവജിയുടെ ശിവ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. എന്നിട്ട് അതിലെ ഒരു സീന് സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ട് നോക്കത്താ ദൂരത്തിൽ. ഈ അമ്മച്ചിക്ക് തുമ്മൽ ഭയങ്കര ദേഷ്യമാണല്ലോ. അപ്പൊ അമ്മച്ചിയെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തുമ്മുന്നത് സിദ്ദിഖാണ് അല്ലേ. ഇങ്ങനെ ആച്ചി എന്ന് പറഞ്ഞിങ്ങനെ. അപ്പൊ എനിക്കിത് തുമ്മലുമല്ലോ, മൂക്കുപൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ വലിച്ചു കയറ്റിയാണ് ഞാൻ നദിയമൈതോന് വേണ്ടി തുമ്മിയത് ആ സിനിമയിൽ. അപ്പൊ അങ്ങനെ ഈ മണിച്ചിത്രത്താഴം ചെല്ലുമ്പോൾ ഇവരൊക്കെ നേരത്തെ കഥ കേട്ട് അമ്പരന്ന് ഇരിക്കുന്ന ഒരാൾക്കാർ. പക്ഷെ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവിടെ ചെന്ന് അങ്ങ് കാഷ്വലായിട്ട് അങ്ങ് ഡബ് ചെയ്ത് കയറിയാണ് ഇത് ഇങ്ങനെ ഒരു ഇതിലേക്ക്, ഒരു വല്ലാത്തൊരു ഇതിലേക്ക് പോയത്. പക്ഷെ അതൊരു
പിന്നീട് അതൊരു സിനിമയുടെ ഒരു ചരിത്രം തന്നെ ആയി മാറും എന്നുള്ളത് അന്നത് അറിയില്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മളോട് പറയുന്ന ഞങ്ങൾക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു, എനിക്ക് വ്യക്തിപരമായിട്ട് സിനിമ എന്ന് പറയുന്ന എനിക്ക് നായികമാരുമായിട്ടല്ല എൻ്റെ ബന്ധം എന്ന് പറയുന്നത്, എനിക്ക് സംവിധായകരുമായിട്ടാണ്. നേരത്തെ ഗോപിച്ചേട്ടൻ എന്തുകൊണ്ട് ലിസ്റ്റിൽ ഇല്ലാതെ പോയി എന്ന സങ്കടം പോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്തുകൊണ്ട് ഊർവശി ഈ ലിസ്റ്റിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. കാരണം അത്ര മനോഹരമായ ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് തന്നിട്ടുള്ള ഇത്രയും വേഴ്സിറ്റാലിറ്റി ഉള്ള ഒരു ആക്ട്രസ്. അവരെന്തുകൊണ്ട് 25 കാക്കത്തൊള്ളായിരം ക്യാരക്ടർ ഉണ്ടായിരുന്നു. അവർ എത്രയോ സിനിമകൾ, അതില് എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും മനോഹരമായ പല കഥാപാത്രങ്ങൾക്കും ശബ്ദം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുറെ സ്ത്രീ കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലിസ്റ്റിൽ 2 പേരെ വന്നിട്ടുള്ളൂ. നേരത്തെ ഉള്ള ലിസ്റ്റിൽ ഒരുപാട് കൽപ്പന ചേച്ചി ഉണ്ടായിരുന്നു, കൽപ്പന ചേച്ചിയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ഡേയ്സിലെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഉർവശി ചേച്ചിയുടെ കാക്കത്തൊള്ളായിരം ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ മാതിരിപ്പോ ഭരതേട്ടനുമായിട്ട് ഞാൻ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം സിനിമ ഡബ് ചെയ്തോണ്ടിരുന്ന സമയത്ത്, അന്ന് നമ്മളൊക്കെ നോക്കത്താ ദൂരത്ത് ഡബ് ചെയ്യുന്ന സമയത്ത് അന്ന് ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡബ് ചെയ്യുമ്പോൾ കറണ്ട് പോകും. കറണ്ട് പോയി പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ അവിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു, അവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിക്കും. അപ്പം ഈ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ട സമയത്തും ഈ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. അപ്പം ഭരതേട്ടൻ എനിക്ക് ഇരുന്ന് കഥ പറഞ്ഞു തന്ന സിനിമയാണ് വൈശാലി. ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം, ഈ കഥ ഞാൻ സിനിമയാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കഥ പറഞ്ഞു. അതുപോലെ പപ്പേട്ടനുമായിട്ട് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൻ്റെ കഥ, അതിനു മുമ്പ് മെഡ്രാസിൽ JVM സ്റ്റുഡിയോയിൽ വെച്ച്, അങ്ങനെ സംവിധായകരുമായിട്ടാണ് എനിക്ക് ഏറ്റവും അധികം ബന്ധം ഉണ്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ മികച്ച കഥാപാത്രങ്ങൾ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ് ഞാൻ. ഇന്ന് നേരത്തെ പപ്പൻ പറഞ്ഞതുപോലെ ഉണ്ണിയാർച്ച മാധവിക്ക് വേണ്ടി ഡബ് ചെയ്തത് പരിണയം വളരെ മനോഹരമായൊരു കഥാപാത്രമാണ്. പരിണയത്തിന് ശബ്ദം കൊടുക്കാൻ സാധിച്ചതും അങ്ങനെ. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സിനിമയുടെ എണ്ണം ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴും ഗംഗ ഇല്ലെങ്കിൽ നാഗവല്ലി ഇല്ല, നാഗവല്ലി ഇല്ലെങ്കിൽ ഗംഗയില്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിരുന്ന പേരാണ് ഗംഗ എന്ന് പറയുന്നത്. പക്ഷെ പിൽക്കാലത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ കഥാപാത്രത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ജിയോയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ സ്ത്രീപക്ഷ സിനിമകളിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഈ ഗംഗ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മളെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ഈ മണിച്ചിത്രത്താഴ് ഇപ്പോഴും നമുക്കൊരു കുറച്ചൊരു അത്ഭുതം ഉണ്ടാകുന്ന സിനിമയാണ്. ഇപ്പോൾ എങ്ങനെ അത് അതിനെക്കുറിച്ച് ഒത്തിരി എഴുത്തുകളും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ സ്കൂളിൽ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമ എന്താണെന്ന് മനസ്സിലാകുന്നതിൻ്റെ മുന്നത്തെ പ്രായത്തിൽ കണ്ട സിനിമ നമ്മളത് പിന്നീട് ഒരു ടീനേജിലൊക്കെ വരുമ്പോൾ റീവാച്ച് ചെയ്യുന്ന സിനിമ എന്താണെന്ന് മനസ്സിലാകും. കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത നമ്മളെ ആ സിനിമയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകും. സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് എന്താ പ്രത്യേകിച്ച് അങ്ങനെ എനിക്കറിയില്ല. ഇതിൻ്റെ അകത്തും സ്ത്രീകൾ കുറഞ്ഞു പോയി എന്നുള്ളത് നമുക്ക് അത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കാന്നൊക്കെ തോന്നുന്നുള്ളതല്ലാതെ പിന്നെ ഇപ്പൊ ഗ്രേറ്റ് ടീച്ചർ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ സൊസൈറ്റി നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ലൈഫ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സിനിമ ചെയ്യേണ്ടി വരുന്നത്. സിദ്ധിനെന്തോ പറയാനായിട്ട് കറക്റ്റ് ഞാൻ പറയാൻ വന്നത്, നമ്മളിപ്പോ ഈ 93 വർഷം ഓഫ് മലയാളം സിനിമയിൽ ഉള്ള കഥാപാത്രത്തെ എടുക്കുമ്പോൾ അതൊരു നമ്പേഴ്സിൽ ഒതുക്കാൻ പറ്റുമെന്ന് തോന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഒരുപാട് ഓൺലൈൻ മീഡിയ അവരുടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മലയാള സിനിമയുടെ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മൈക്ക്. മാധ്യമം.com അവതരിപ്പിക്കുന്ന മൈജി മറക്കിൽ ഒരിക്കലും. Brought to you by Ilaria, the Grade 1 soap, powered by Willy White toothpaste, celebrated by Swayamara Silks, co-sponsored by St. Paul's Ayurveda. ചോദ്യങ്ങൾ.
ചോദ്യം സിബി സാറിനോടാണ്. ഇപ്പോൾ കിരീടത്തിൽ സേതുമാധവന്റെ ഒരു തുടർച്ചയായിട്ടാണല്ലോ ചെങ്കോല് വരുന്നത്. ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് ഒരു പൂർണ്ണത ലൈഫിൽ കൊടുക്കാനായി എന്ന് തോന്നുന്ന വിധത്തിൽ അങ്ങനെ ആർക്കോടുകൂടി ആലോചിക്കുന്ന കഥാപാത്രം സേതുമാധവനാണ്. ഞാനത് ഇവിടെ നേരത്തെ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണിത്. കാരണം സേതുമാധവൻ പൂർണ്ണമാകുന്നത് ചെങ്കോലിലൂടെയാണ്. ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ കിരീടത്തിലെ പ്രകടനത്തെക്കാൾ മുകളിൽ കാണുന്നത് ചെങ്കോലിലെ സേതുമാധവനാണ്. കാരണം ഈ കിരീടം എന്ന സിനിമയിലൂടെ കടന്നുപോയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അയാൾ കിരീടം എന്ന സിനിമയിൽ അയാൾക്ക് ജീവിതാനുഭവങ്ങൾ കുറവാണ്. അയാൾ ഒരു വീട്ടിലെ നല്ല കുട്ടിയായിട്ട് വളർന്ന ഒരു പയ്യനാണ്. അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം അയാൾ കടന്നുപോയ മാനസികമായ അവസ്ഥകളുണ്ട്, അയാൾ അനുഭവിച്ച പീഡനങ്ങളുണ്ട്. അതിലൂടെ അയാൾ ഉരുത്തിരിഞ്ഞൊരു പുതിയ വ്യക്തിയായിട്ടാണ് ജില്ലയിൽ തിരിച്ചു വരുന്നത്. അത്തരം ഒരു 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 ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയ ഒരു കഥാപാത്രത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ വളർച്ചയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുവാനും അഭിനയിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് സേതുമാധവൻ എന്ന കഥാപാത്രത്തിൻ്റെ യാത്രയുടെ ഏറ്റവും മികവുറ്റ ഒരു ഘട്ടം എന്ന് പറയുന്നത് ചെങ്കോല് തന്നെയാണ്. ഞാൻ പലപ്പോഴും ആ കിരീടത്തിലെ ഒരു പക്ഷേ പല സീനുകളിലും ഞാൻ ഇപ്പോൾ ഈ എൻ്റെ ക്ലൈമാക്സിലെ കത്തിതാഴെ എഴുതാ സീൻ പോലെയുള്ള ചില സീനുകൾക്കപ്പുറത്തേക്ക് നമ്മളെ ക്യാമറയുടെ പുറകിൽ നിന്നുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച് പോയ സന്ദർഭങ്ങൾ എനിക്ക് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ചെങ്കോലിലാണ്. പ്രത്യേകിച്ചും ചെങ്കോലിലെ ആ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് ഇയാളുടെ നെറ്റിയിലുണ്ടായ മുറിവിൻ്റെ പാടിനെ തലോടിക്കൊണ്ട് ഇയാൾ പറയുന്നൊരു ഡയലോഗ് പറയുന്നൊരു സീനുണ്ട്. അതിൽ ബന്ധുവിലാണ്. അത് കഴിഞ്ഞ് ഇയാളുടെ അവിടെയാണ് എൻ്റെ ജീവിതം ആ ലോഡ്ജിൻ്റെ മുറിയിൽ നിന്നും ആ ജംഗ്ഷനിലേക്ക് നോക്കിയിട്ട് എൻ്റെ ജീവിതം കൈവിട്ടു പോയത് എവിടെയാണെന്ന് പറയുന്ന ആ ഒരു സീനുണ്ട്. അതാണ് എന്നെ മോഹൻലാൽ എന്നുള്ള ആക്ടറുടെ ഏറ്റവും അഭിനയത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു രംഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രം കിരീടത്തിൻ്റെ സേതുമാധവനും അപ്പുറത്തേക്ക് വളർന്ന ചെങ്കോലിലെ സേതുമാധവനും കൂടെ ഈ ഒരു പുരസ്കാരം അറിയിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത്. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ 3 കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 2 ലോഹി എഴുതിയതാണെങ്കിൽ 1 MT സാർ എഴുതിയതാണ്. എല്ലാ സംവിധായകരും നമുക്കറിയാം ആഗ്രഹിക്കുന്നുണ്ട് MT സാറിൻ്റെ ഒരു കഥാപാത്രത്തെ ഒരു തിരക്കഥയെ ചിത്രീകരിക്കാൻ ഉള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ദൈവകൃപയാൽ അങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോഴല്ല നേരത്തെ എനിക്കുണ്ടാകുന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള വലിയൊരു നഷ്ടബോധം പത്മരാജ് സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തിരക്കഥ ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനൊരു അവസരം എൻ്റെ മുമ്പിൽ എത്തിയതുമാണ്. ഒന്ന്, ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് ഉണ്ടായി ദേവദൂതൻ എന്ന് പറഞ്ഞ് പിന്നീട് ഇറങ്ങിയ സിനിമയുടെ ആദ്യത്തെ കഥാരൂപം മുമ്പിലേക്ക് എത്തുമ്പോൾ ഞാൻ നവോദയയിൽ ജിജോയോട് സജസ്റ്റ് ചെയ്തത് ഇത് എനിക്ക് പത്മനാഭൻ സാറിനെ കൊണ്ട് എഴുതിച്ചു തരുമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ തുടക്കക്കാരനാണ്, എനിക്ക് പോയി അപ്രോച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ജിജോ പത്മനാഭൻ സാറിനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ട് അത് നടന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യുന്ന ആവശ്യമുണ്ട്. എനിക്ക് പത്മരാജ് സാറിൻ്റെ അപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്ത് കഴിഞ്ഞ് കിരീടമൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയം. അപ്പോൾ തനിയാവർത്തനത്തിൻ്റെ ഞാൻ പത്മനാഭ സാറിൻ്റെ എനിക്ക് വലിയ അടുപ്പവും പരിചയമൊന്നും അതിന് മുമ്പുണ്ടായിരുന്നു. തനിയാവർത്തനത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എഡിറ്റിംഗ് റൂമിൽ തന്നെയാണ് ബി ലെനിൻ സാറാണ് പത്മനാഭ സാറിൻ്റെ എഡിറ്റർ. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ എഡിറ്റിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. പത്മനാഭ സാർ എന്നെ കണ്ടിട്ട് ഇങ്ങനെ തോളിലും തട്ടിൽ പറഞ്ഞു, തനിയാവർത്തനം കണ്ടതാണ്, ബ്രില്യൻ വർക്കാണ്. എന്നെ ഇങ്ങനെ പത്മനാഭ സാറിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ ഡയലോഗ് പറഞ്ഞു. ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബ്രില്യൻ വർക്കുകളാണ് പറഞ്ഞു. അപ്പം തൊട്ട് എൻ്റെ ഉള്ളിൽ ഇപ്പം എനിക്ക് ചോദിക്കാനൊരു ധൈര്യം ചോദിച്ചാൽ ചിലപ്പോൾ നടക്കുമായിരിക്കുന്നില്ല. അങ്ങനെ ഞാൻ കുറേ കാലം വെയിറ്റ് ചെയ്തു. ഒരു പ്രൊഡ്യൂസറുടെ സിനിമയുടെ ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പത്മനാഭ സാറിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അങ്ങനെ ഞാനും ഈ പ്രൊഡ്യൂസറുടെ പത്മനാഭ സാറിൻ്റെ പെരുമ്പറയുടെ ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ അകത്ത മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അത് എഴുതുന്ന റൂമാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കും കുറേ പേപ്പറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, ഞാനിതിൻ്റെ പേര് ഇന്നലെ എന്നാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു,
ഞാൻ നിനക്ക് സ്ക്രിപ്റ്റ് തരാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആരോടും നിനക്ക് കൊടുക്കാമെന്നുള്ള വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ നിനക്ക് ഞാൻ തരാം. എനിക്ക് സ്വർഗം കിട്ടിയ പോലെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. പിന്നീട് ഈ ഇന്നലെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇന്നലെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ, പക്ഷേ എൻ്റെ മറ്റ് ഏതോ തിരക്കുകളുടെ ഇടയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ എനിക്ക് തിരുവനന്തപുരത്തുള്ളപ്പോൾ ശ്രീ വിശാൽ തിയേറ്ററിൽ അതിൻ്റെ 50